എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജെറിൻ. നിങ്ങളെ ഏവരെയും ട്രിക്ടേണിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ക്ലാസ് ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ മെയിൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ വർഷം നടന്ന LGS ലെവല് അതുപോലെ തന്നെ 10th ലെവൽ എക്സാമുകളിലെ കുറേ ചോദ്യങ്ങൾ നമ്മൾ ഇന്ന് ഏറ്റവും വൃത്തിയായിട്ട് പഠിക്കും, നിർത്തും. അപ്പോൾ എല്ലാവരും ഒരു പേനയും പേപ്പറും എടുത്ത് ഓരോ ചോദ്യങ്ങളും ഞാൻ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണെങ്കിൽ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇതിൽ ഒരു ടൈം ആൻഡ് ഡിസ്റ്റൻസിൻ്റെ ഒരു ചോദ്യമുണ്ട്, അത് 2021 വന്നതാണ്. അതൊഴിച്ച് ബാക്കിയെല്ലാം കഴിഞ്ഞ വർഷം നടന്ന പല പരീക്ഷകളിൽ വന്ന ചോദ്യങ്ങളാണ്. നല്ല രീതിയിലൊരു പ്രയോജനമായിരിക്കും. കൃത്യമായിട്ട് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. കിട്ടാത്തതൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൃത്യമായിട്ട് നോട്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്നും പറയുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ തീർച്ചയായും ഷെയർ ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതുപോലെ തന്നെ ഇനിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. പിന്നെ ഏറ്റവും വലിയ കാര്യം, നമ്മുടെ ട്രിക്ടേണിൻ്റെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ഇതുവരെയും ഇല്ല എങ്കിൽ ആ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വരാൻ പോകുന്ന LDC എക്സാമിനും അതുപോലെ തന്നെ LPUP എക്സാമിനും ഒക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ ടെലിഗ്രാം ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ചോദ്യങ്ങളും ടോപ്പിക് വൈസ് എക്സാമുകളും ഒക്കെ ആയിട്ട് അത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ടെലിഗ്രാമിൽ പോയിട്ട് മേളിൽ ട്രിക്ടേൺ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ സെർച്ച് ചെയ്യുക, TRIG TURN. ആ ചാനൽ നിങ്ങൾക്ക് ജോയിൻ ആവാൻ പറ്റും, ചാനൽ കാണാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ട്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒട്ടും സമയം കളയാതെ യൂണിവേഴ്സിറ്റി LGSന്റെ റിവിഷൻ ക്ലാസ്സിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകുന്നു. ചോദ്യം ഇങ്ങനെയാണ്: 25,000 രൂപയ്ക്ക് വാങ്ങിയ അലമാര 23,000 രൂപയ്ക്ക് വിറ്റാൽ നഷ്ടം എത്ര ശതമാനം എന്നതാണ് ചോദ്യം. അപ്പോൾ മക്കളെ, 25,000 രൂപയ്ക്ക് ഒരലമാര വാങ്ങി, അത് 23,000 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണ് നഷ്ടത്തിൻ്റെ ശതമാനം കാണാനാണ് പറയുന്നത്. കുഞ്ഞുങ്ങളെ, ലാഭശതമാനം അല്ലെങ്കിൽ നഷ്ടശതമാനം കാണാനുള്ള ഡയറക്റ്റായിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. വാങ്ങിയ വില എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ്. ഇനി നഷ്ടശതമാനം കാണാൻ നഷ്ടം എത്ര രൂപയാണോ അതേ ബൈ വാങ്ങിയ വില ഇൻറ്റു 100. എപ്പോഴും ഓർക്കുക, നമ്മൾ മുടക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ലാഭവും നഷ്ടവും തീരുമാനിക്കുന്നത്. മുടക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ, ചെലവായ പൈസ എന്ന് പറഞ്ഞാൽ വാങ്ങിയ വില. എപ്പോഴും വാങ്ങിയ വിലക്കനുസരിച്ചാണ് നമ്മുടെ ലാഭം തീരുമാനിക്കുക അല്ലെ നഷ്ടം തീരുമാനിക്കുക. അപ്പം ലാഭശതമാനം കാണാനുള്ള ചോദ്യമാണെങ്കിൽ ലാഭം എത്ര രൂപ ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടശതമാനം കാണാനുള്ള ചോദ്യമാണെങ്കിൽ നഷ്ടം എത്ര രൂപ ബൈ വാങ്ങിയ വില ഇൻറ്റു 100. ഇനി ഈ ചോദ്യത്തിലേക്ക് വരാം. 25,000 രൂപയ്ക്ക് വാങ്ങിയ അലമാര 23,000 രൂപയ്ക്ക് വിറ്റു. അപ്പോഴേ ഓർത്തോണം, ഇവിടുത്തെ നഷ്ടം എന്ന് പറയുന്നത് 25,000-ൽ നിന്ന് 23,000 കുറച്ച് 2,000 രൂപയാണ്. എല്ലാവർക്കും അറിയാം, 25,000 രൂപയുടെ സാധനം 23,000 രൂപയ്ക്ക് വിറ്റ സംഭവം നഷ്ടമാണ്. ആ നഷ്ടം എത്ര രൂപയാണെന്ന് കാണാൻ 25,000-ൽ നിന്ന് 23,000 പോയിട്ട് 2,000 രൂപയാണ് നഷ്ടം. ഓക്കെ ആണ്, അത് കണ്ടുപിടിച്ചു. ഇനി നഷ്ടശതമാനം കാണാൻ നഷ്ടം എത്ര രൂപയാണോ ബൈ വാങ്ങിയ വില ഇൻറ്റു 100. നഷ്ടം നമുക്കെല്ലാവർക്കും അറിയാം 2,000 ബൈ വാങ്ങിയ വില ക്വസ്റ്റ്യന് പറഞ്ഞിട്ടുണ്ട് 25,000 ഇൻറ്റു 100. ഈ പൂജ്യവും പോയി. ഇനി ഈ പൂജ്യവും പോയി. ഇനി 200-ഉം 25-ഉം വെട്ടാം. മക്കളെ, 200-നെയും 25-നെയും താഴെയും മേളിലും ഒരേ സംഖ്യ കൊണ്ട് ഹരിക്കുക എന്ന് പറയുന്നതാണ് വെട്ടൽ. 200-നെയും നമുക്ക് 25 കൊണ്ട് ഹരിക്കാം, 25-നെയും 25 കൊണ്ട് ഹരിക്കാം.
200നെ 25 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടും. 25 4 100, 8 200, 25 1 വരും. അപ്പം നമ്മുടെ ഉത്തരം സിമ്പിളായിട്ട് കിട്ടും, 8% സെറ്റാണ്. ഏറ്റവും റിപ്പീറ്റ് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ലാഭശതമാനം കാണാൻ ലാഭം ബൈ വാങ്ങിയ വില ഇൻറ്റു 100, നഷ്ടശതമാനം കാണാൻ നഷ്ടം ബൈ വാങ്ങിയ വില ഇൻറ്റു 100. എപ്പോഴും വാങ്ങിയ വില അടിയിൽ കൊടുക്കണം, അതിനനുസരിച്ചാണ് ലാഭവും നഷ്ടവും. അടുത്ത ചോദ്യം ഇതാ. ഒരു തീവണ്ടി 54 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്നു. 3 മിനിറ്റ് കൊണ്ട് ഈ തീവണ്ടി എത്ര ദൂരം സഞ്ചരിക്കും എന്നതാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കഴിഞ്ഞ 1-2 കൊല്ലത്തിനിടയിൽ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും റിപ്പീറ്റ് വന്നിട്ടുള്ള ഒരു മോഡലാണ്. മക്കളെ, ഒരു തീവണ്ടി, ഈ തീവണ്ടി 54 km/h, അതായത് km/മണിക്കൂർ, ഇത്രയും വേഗതയിലാണ് സഞ്ചരിക്കുന്നത്. 54. ഓക്കെ, ഇത് 3 മിനിറ്റ് കൊണ്ട് എത്ര പോകും എന്നതാണ് ചോദ്യം. ഇത് വേണമെങ്കിൽ നമുക്ക് പല രീതിയിലൊക്കെ ചെയ്യാം. കിലോമീറ്ററിനെ മീറ്റർ/സെക്കൻഡ് ഒക്കെ ആക്കാം, അല്ലെങ്കിൽ മിനിറ്റിലേക്കൊക്കെ കൺവേർട്ട് ചെയ്യാം. നമ്മൾ അതിലോട്ടൊന്നും പോവാതെ സിമ്പിളായിട്ടൊരു ലോജിക്ക് ഞാൻ പറയാം. 54 km/h, km/മണിക്കൂറിലാണ് ഈ തീവണ്ടി പോകുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പെർ അവർ എന്ന. 1 മണിക്കൂറിൽ 54 കിലോമീറ്റർ. ആലോചിച്ച് നോക്കി. 60 km/h എന്ന് പറഞ്ഞാൽ 60 1 മണിക്കൂറിൽ 60 കിലോമീറ്റർ. 15 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 15 കിലോമീറ്റർ. 8 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 8 കിലോമീറ്റർ. അതേപോലെ 54 km/h എന്ന് പറഞ്ഞാൽ 1 മണിക്കൂറിൽ 56 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം 60 മിനിറ്റ് ആണ്. മക്കളെ, 60 മിനിറ്റിൽ ഈ തീവണ്ടി 54 കിലോമീറ്റർ പോകും. എന്തിനാ ഞാൻ 60 മിനിറ്റിലേക്ക് മാറ്റിയെന്ന് ചോദിച്ചാൽ 3 മിനിറ്റിലാണ് കാണണ്ടേ. ഇപ്പൊ മിനിറ്റിലേക്ക് മാറ്റിയാൽ നമുക്ക് സൗകര്യം. അങ്ങനെയാണ് 3 മിനിറ്റിൽ ഈ തീവണ്ടി എത്ര പോകുകടാ എന്നതാണ് ചോദ്യം. നേരെ എടുത്ത് അങ്ങ് ക്രോസ് ചെയ്താൽ ഉത്തരവായി. കണ്ടോ, വളരെ സിമ്പിളായി ചിന്തിക്കാൻ പറ്റുന്നില്ലേ? ഒന്നുകൂടെ, ഈ തീവണ്ടിയുടെ വേഗത 54 km/h ആണ്. അപ്പോഴേ നമ്മുടെ മനസ്സിൽ ആലോചിക്കണം km/മണിക്കൂർ. അപ്പോഴേ മനസ്സിലാലോചിക്കണം 1 മണിക്കൂറിൽ 54 കിലോമീറ്റർ. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 60 മിനിറ്റിൽ 54 കിലോമീറ്റർ. അങ്ങനെയാണ് 3 മിനിറ്റിൽ ഈ തീവണ്ടി എത്ര പോകൂടാ മോനെ എന്നതാണ് ചോദ്യം. ഈ സാധനം നേരെ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യാനുള്ള എളുപ്പ വഴി എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും അറിയാം. ഏത് ക്രോസിങ്ങിലും നിങ്ങൾ നോക്കിയാൽ മതി, 2 സൈഡിൽ ഒരാൾ കാണും, ഒരു സൈഡിലുള്ള ഒരു സെറ്റും കാണും. ഒരു സൈഡ് എപ്പോഴും മിസ്സിങ് ആയിരിക്കും. ഈ 2 സൈഡും ഉള്ള ആളുകളെ ഗുണിച്ച് മുകളിൽ എഴുതുക. 3 × 54 ബൈ ഒരു സൈഡിൽ മാത്രമുള്ള ആളുകളെ താഴോട്ട് എഴുതുക, 60. ഇനി 54ഉം 60ഉം നമുക്ക് 6 വെച്ച് വെട്ടാം. 6 വെച്ച് വെട്ടിയാൽ ഇത് 9 ആവും. 6 വെച്ച് വെട്ടിയാൽ ഇത് 10 ആവും. പിന്നെ നമുക്ക് വെട്ടാനായിട്ട് ഇനി വേറെ ഒന്നുമില്ല. അപ്പോൾ 3ഉം 9ഉം കൂടെ ഗുണിക്കുമ്പോൾ 27. 27/10 മീറ്റർ പോകും എന്ന് നമുക്ക് മനസ്സിലാവും. കിലോമീറ്റർ പോകും എന്ന് നമുക്ക് മനസ്സിലാവും. ഞാൻ മനഃപൂർവ്വം അത് വെട്ടാഞ്ഞതാണ്. എൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പോൾ 27/10 കിലോമീറ്റർ ആണ് ഈ തീവണ്ടി പോവുക എന്ന് നമുക്ക് കിട്ടി. നമ്മളോട് ചോദിച്ചേക്കുന്നത് കിലോമീറ്ററിലല്ല, മീറ്ററിലാണ്. കണ്ടോ, ഇതെല്ലാം മീറ്ററിലാണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകളെല്ലാം മീറ്ററിലാണ്. നമുക്ക് കിട്ടിയത് കിലോമീറ്ററാ. കാര്യം നമ്മൾ ഇവിടെ കൊടുത്തത് കിലോമീറ്ററാ, അപ്പം നമുക്ക് കിട്ടിയത് കിലോമീറ്ററാ. അപ്പം നമ്മൾ അതിനെ മീറ്ററിലേക്ക് മാറ്റണം. മക്കളെ, കിലോമീറ്ററിനെ
മീറ്ററിലേക്ക് മാറ്റാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പൊ ഇവിടെ ഇത്രയും കിലോമീറ്റർ ഉണ്ട്, അതിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഗുണിക്കണം. ഞാൻ ഈ 10 വെട്ടാഞ്ഞതോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാതോ കാര്യം മനസ്സിലായല്ലേ? ചിലര് ഡിവൈഡ് ചെയ്താൽ 2.7 എന്ന് വരും, പോയിന്റ് ആവും. ചിലർക്ക് ഈ പോയിന്റ് കാണുന്നതിന് ഒരു അലർജിയാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആക്കാഞ്ഞ്. ഈ പൂജ്യവും ഈ പൂജ്യോടെ പോവും. 27 ഗുണം 100 നമുക്ക് മനസ്സിലായി. നമ്മുടെ ഉത്തരം 2700 മീറ്റർ. കിലോമീറ്റർ ആയിരുന്നേ നമുക്ക് പറയാം 2.7 എന്ന് ഡിവൈഡ് ചെയ്ത് കിലോമീറ്റർ എന്ന് എഴുതാം. പക്ഷെ ഓപ്ഷനുകളെല്ലാം മീറ്ററിലായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളും മീറ്ററിലേക്ക് മാറ്റി. മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് പറയാൻ കഴിയും 2700 മീറ്റർ ആണ്. ഓപ്ഷൻ ബി ആണ്. അപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വട്ടം കൂടെ പറയാം, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ഒരു തീവണ്ടി 54 കിലോമീറ്റർ പെർ മണിക്കൂർ, അതായത് 54 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ് ഒരു തീവണ്ടി പോകുന്നത്. ഈ തീവണ്ടി 3 മിനിറ്റ് കൊണ്ട് എത്ര പോകും? അപ്പോഴേ നമ്മുടെ മനസ്സിലാലോചിക്കണം, എടാ 1 മണിക്കൂർ 54. ചോദ്യം മിനിറ്റിലാ. 1 മണിക്കൂറിൽ 54. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാ. 60 മിനിറ്റിൽ ഈ തീവണ്ടി 54 കിലോമീറ്റർ പോകും. എങ്കിൽ 3 മിനിറ്റിൽ ഈ തീവണ്ടി എത്ര പോകും എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ചില കുഞ്ഞുങ്ങൾ മനസ്സിലാലോചിക്കും, ഈ 54-നെ ആദ്യമേ കിലോമീറ്ററിനെ ആദ്യമേ മീറ്ററിലേക്ക് ആക്കിയ 54,000 എന്ന് എഴുതാം, ഇൻറ്റു 1000. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്നത് മീറ്റർ തന്നെയല്ലേ, അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ പിന്നെ ലാസ്റ്റ് ചെയ്യണ്ടല്ലോ, മതി. പിന്നെ അത് പ്യൂർലി ഡിപ്പെൻഡ് അപ്പോൺ ഓപ്ഷനാണ്. ചില ക്വസ്റ്റ്യൻ കിലോമീറ്റർ തന്നെ കിടക്കും, ചില ക്വസ്റ്റ്യൻ മീറ്ററിലായിരിക്കും. നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് പ്രോപ്പറായിട്ട് ചെയ്ത ശേഷം നമ്മുടെ ഉത്തരം ഓപ്ഷനിൽ ഇല്ലെങ്കിൽ മാത്രം കൺവേർട്ട് ചെയ്താൽ മതി. അപ്പോൾ 60 മിനിറ്റിൽ 54 കിലോമീറ്റർ എങ്കിൽ 3 മിനിറ്റിൽ എത്ര കിലോമീറ്റർ പോകൂടാ മോനെ എന്ന് കണ്ടുപിടിക്കാൻ ഈ സാധനം ക്രോസ് ചെയ്താൽ മതി. ഇവിടെ 2 3 ഗുണം 54 ബൈ 60. 54-ഉം 60-ഉം 6 വെച്ച് വെട്ടിയാൽ ഇത് 9, ഇത് 10. 27 ബൈ 10 കിലോമീറ്റർ പോകും എന്ന് കിട്ടും. ഇത് ഡിവൈഡ് ചെയ്താൽ 2.7 കിലോമീറ്റർ പോകും. 10 കൊണ്ട് ഹരിക്കാന്ന് പറഞ്ഞ ഒരു സാധനം മാറ്റിയാൽ മതി. 2.7 കിലോമീറ്റർ പോകും എന്ന് കിട്ടും. കാര്യം നമ്മൾ ചെയ്തത് കിലോമീറ്റർ ഇട്ടാണ്. അപ്പം നമുക്കിവിടെ കിട്ടുന്നതും കിലോമീറ്റർ ആണ്. 2.7 കിലോമീറ്റർ അല്ലെങ്കിൽ 27 ബൈ 10 കിലോമീറ്റർ പോകും എന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷന്റെ അകത്ത് കിലോമീറ്റർ ആയിരുന്നെങ്കിൽ നമുക്കിടെ ഉത്തരം കഴിഞ്ഞു ടിക്ക് ചെയ്യാം. ഓപ്ഷനിലെല്ലാം മീറ്ററാ. അപ്പം നമുക്ക് കിട്ടിയ ഈ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റണം. 27 ബൈ 10-നെ മീറ്ററിലേക്ക് മാറ്റാൻ 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പൊ ഇത്രയും കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ ഇൻറ്റു 1000. ഈ 0 പോയി. 27 100 ഗുണിച്ച് നമ്മുടെ ഉത്തരം 2700 മീറ്റർ. ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം, ഗിത്താർ സമം 76 ആയാൽ സിത്താർ എത്ര എന്നതാണ് ചോദ്യം. കോഡിംഗ് ഡീകോഡിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യമാണ് ഇത്. നമുക്കൊന്ന് എഴുതി നോക്കാം. ഗിത്താറിൻ്റെ അകത്ത് ആരൊക്കെയുണ്ട്? ജി ഉണ്ട്, യു ഉണ്ട്, ഐ ഉണ്ട്, ടി ഉണ്ട്, എ ഉണ്ട്, ആർ ഉണ്ട്. ഗിത്താർ. ഗിത്താറിനെ നമുക്ക് എങ്ങനെ എഴുതാം എന്നൊന്ന് ആലോചിച്ച് നോക്ക് മക്കളെ. ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് ഓരോ അക്ഷരത്തിനും ഓരോ കോഡുണ്ട്. എ എന്ന് പറയുന്നത് 1ാമത്തെ ആളാണ്, എയുടെ കോഡ് 1. ബി എന്ന് പറയുന്ന 2ാമത്തെ ആളാണ്, ബിയുടെ കോഡ് 2. ഈ ഒരു ഓർഡറിൽ കൊടുത്താൽ ജിയുടെ കോഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി നോക്കുക, 7ാമത്തെ ആളാണ്. യു എന്ന് പറയുന്നത് 21ാമത്തെ ആളാണ്. ഐ എന്ന് പറയുന്നത് 9ാമത്തെ ആളാണ്. ടി എന്ന് പറയുന്നത് 20ാമത്തെ ആളാണ്. എ എന്ന് പറയുന്നത് 1ാമത്തെ ആളാണ്. ആർ എന്ന് പറയുന്നത് 18ാമത്തെ ആളാണ്. അക്ഷരങ്ങളുടെ എയ്ക്ക് 1-ഉം ബിക്ക് 2-ഉം
സിക്ക് 3, അങ്ങനെ പോയി 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 ഇസഡിന് 26 വരെ കൊടുത്ത G7, U21, I9, T20, A1, 6, 18. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കും മക്കളെ. 7ഉം 21ഉം 28, 28ഉം 9ഉം 37, 37ഉം 20ഉം 57, 57ഉം 1ഉം 58, 58ഉം 18ഉം 76. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 76 എന്ന് കിട്ടും. അപ്പൊ മക്കളെ നമുക്ക് ഈ കോഡ് വന്ന വഴി മനസ്സിലായി. ആൽഫബറ്റിക്കൽ നേരെയുള്ള ഓരോ അക്ഷരങ്ങളുടെയും കോഡ് എഴുതിയിട്ട് കൂട്ടി നോക്കിയപ്പോഴാണ് ഈ ഗിത്താറിനെ നമുക്ക് 76 എന്ന് എഴുതാൻ പറ്റിയത്. അപ്പോൾ ഓരോ അക്ഷരങ്ങളുടെയും കോഡ് എഴുതുക, കൂട്ടുക. അങ്ങനെയാണ് ഇവിടെ കോഡ് കണ്ടുപിടിച്ചത്. അങ്ങനെയാണ് സിത്താറിന് നമുക്ക് എങ്ങനെ എഴുതാം? എസിന്റെ കോഡ്. അപ്പോ എസിന്റെ കോഡ് എസ് എഴുതി നോക്ക്. 19ാമത്തെ ആളാണ്. ഐയുടെ കോഡ് 9, ടിയുടെ കോഡ് 20, എയുടെ കോഡ് 1, ആറിന്റെ കോഡ് 18. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ സിത്താറ് കിട്ടും. 19ഉം 9ഉം 28, 28ഉം 20ഉം 48, 48ഉം 1ഉം 49, 49ഉം 18 കൂടെ കൂട്ടുമ്പോൾ 59, 69, 67 വരും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 67 എന്ന് കിട്ടും. അപ്പൊ സിത്താറിന്റെ കോഡ് ഓപ്ഷൻ ബി 67 ആണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. സിമ്പിൾ സാധനമല്ലേ? ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇനി ഒന്നുകിൽ അക്ഷരങ്ങൾ എഴുതി നോക്കി കോഡ് അതിൻ്റെ നേരെ എഴുതി നോക്കണം. അത്യാവശ്യം കുറെ കാര്യങ്ങളൊന്ന് കാണാതെ പഠിച്ചാൽ, കോഡുകളൊന്ന് കാണാതെ പഠിച്ചാൽ നല്ലതാണ്. ഇതിനു വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പല ക്ലാസ്സിലും ഇജോട്ടി എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഇജോട്ടി, EJOTY. ഇതൊന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. അത് ഇജോട്ടി സ്പെല്ലിങ് നോക്കുക. EJOTY. ഇങ്ങനെ പഠിച്ചാൽ ഇയുടെ കോഡ് 5, ജെയുടെ കോഡ് 10, ഓയുടെ കോഡ് 15, ടിയുടെ കോഡ് 20, വൈയുടെ കോഡ് 25. ഇതൊന്ന് കണക്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും. E5, J10, O15, T20, Y25. ഇജോട്ടി 5, 10, 15, 20, 25. ഇജോട്ടി 5, 10, 15, 20, 25. ഇങ്ങനെ കണക്ട് ചെയ്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ആളുകളെ ഈസി ആയിട്ട് നമുക്ക് അവിടെ ഇട്ട് കണക്ട് ചെയ്യാം. മുമ്പത്തെ ചോദ്യത്തിൻ്റെ അകത്ത് RST എസിന്റെ വന്നിട്ടുണ്ടല്ലോ, ST എസിന്റെ കോഡ് ഞാൻ എങ്ങനെ കണക്ട് ചെയ്തെന്ന് ചോദിച്ചാ T20. എസ് എന്ന് പറഞ്ഞാൽ അതിന് മുമ്പത്തെ ആള് 19, കണ്ടോ? ഇനി Y 25. അപ്പൊ എക്സ് എന്ന് പറയുന്നത് അതിന് XY എന്നല്ലേ? എക്സ് എന്ന് പറയുന്നത് അതിന് മുമ്പത്തെ ആള് 24. OPQR എന്ന ഓയുടെ കോഡ് 15. അപ്പൊ ക്യൂവിന്റെ OP, അപ്പൊ പിയുടെ കോഡ് 16, ക്യൂവിന്റെ കോഡ് 17, ആറിന്റെ കോഡ് 18, എസിന്റെ കോഡ് 19, ടിയുടെ കോഡ് 20. ഇങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ഇജോട്ടി എന്നുള്ള സാധനം സ്പെല്ലിങ് നിങ്ങൾ മറന്നു പോകരുത്. EJOTY 5, 10, 15, 20, 25. അടുത്ത ചോദ്യം അനലോഗിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. മലയാളത്തിൽ സമാന ബന്ധം എന്ന് പറയും. അതായത് 5:128. അതേപോലെ ഇൻ ദ സെയിം വേ 6ന് എന്തു കൊടുക്കാം? അതായത് 5 എങ്ങനാണ് 128 എന്ന് എഴുതിയത് നോക്കുക. ഇതേപോലെ 6 എങ്ങനെയാണ് എഴുതാൻ പറ്റുക? മക്കളെ 5ന്റെ ക്യൂബാണ് 125. 5ന്റെ ക്യൂബ്, 5ന്റെ ഘനം. അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 128 വന്നത്. റിലേഷൻ ഉണ്ടാക്കി. 5ന്റെ ക്യൂബാണ് 125. അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴാണ് 128 വന്നത്. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ ക്യൂബിൻ്റെ കൂടെ 3 കൂട്ടിയാണ് അവിടെ വരുന്നത്. അപ്പം ഇവിടെ 6, 6ന്റെ ക്യൂബ് 216. 216ന്റെ കൂടെ 3 കൂട്ടി 219. 219 ഓപ്ഷൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ടിക്ക് ചെയ്യാം. ഓപ്ഷൻ എ. കണ്ടോ? ആദ്യം കിടക്കുന്ന സംഖ്യയുടെ ക്യൂബ് കാണുക, 3 കൂട്ടുക.
7 എന്ത് വന്നേനെ? 7ന്റെ ക്യൂബ് 343. അതിൻ്റെ കൂടെ 3 കൂട്ടി 346 വന്നേനെ. ഇവിടെ 6 വന്നു. 6ന്റെ ക്യൂബ് 219. 3 കൂട്ടി 216. 3 കൂട്ടി 219. സെറ്റ് ഓപ്ഷനെ. ഇനി ഞാൻ എല്ലാവരോടും ഒരു കാര്യം പറയുന്നു. 10 വരെയുള്ള ക്യൂബ്, 12 വരെ പഠിച്ചാൽ നല്ലതാണ്. എന്നാലും നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്നവരാണ്. 10 വരെയുള്ള ക്യൂബ് നിർബന്ധമായിട്ടും കാണാതറിയണം. 20 വരെയുള്ള സ്ക്വയർ നിർബന്ധമായിട്ടും കാണാതറിയണം. ഒറ്റയാനെ കണ്ടെത്തുക. അതുപോലെ തന്നെ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ശ്രേണി പൂരിപ്പിക്കുക. അനലോഗ് ഇതേ ഈ സാധനം ഇവിടൊക്കെ ക്യൂബും സ്ക്വയറും കണ്ടമാനം കയറി വരും. നിങ്ങൾ ഈ ഒരു സമയം, ഈ വീഡിയോ കണ്ടിരിക്കുന്ന സമയത്തായാലും ഇതൊന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിക്കുക. 10 വരെയുള്ള ക്യൂബ് എനിക്കറിയാമോ, അറിയത്തില്ലേ, കാണാതെ പഠിച്ചിട്ട് മുമ്പോട്ട് പോവാ. 20 വരെയുള്ള 12 വരെ പഠിച്ചാൽ നല്ലതാണ്. 20 വരെയുള്ള സ്ക്വയർ വർഗം എനിക്കറിയാമോ, ഇല്ലെങ്കിൽ അത് കാണാതെ പഠിച്ച് മനസ്സിരുത്തി പഠിച്ചിട്ട് മുമ്പോട്ട് പോവാ. പഠിച്ചാൽ നല്ലതാണ്. ഇവിടൊക്കെ 10 വരെയുള്ള ക്യൂബ്, 20 വരെയുള്ള സ്ക്വയർ. അടുത്ത ചോദ്യം. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരു കടയിൽ പച്ചയും നീലയും ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, പച്ച ബൾബ് 12 മിനിറ്റ് ഇടവിട്ടും നീല ബൾബ് 20 മിനിറ്റ് ഇടവിട്ടും പ്രകാശിക്കും. അവ ഒരുമിച്ച് 6 PM, അതായത് 6 മണിക്ക്, വൈകിട്ട് 6 മണിക്ക് പ്രകാശിച്ചെങ്കിൽ വീണ്ടും ഒരുമിച്ച് എപ്പോൾ പ്രകാശിക്കും എന്നതാണ് ചോദ്യം. അപ്പോൾ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരു കടയിൽ പച്ച ബൾബും പിന്നെ ഈ പറയുന്ന പോലെ ഏത് ബൾബാ, നീല ബൾബും. പച്ചയുണ്ട്, നീലയുണ്ട്. ഈ പച്ച ബൾബ് എന്ന് പറയുന്ന സാധനം 12 മിനിറ്റ് കൂടുമ്പോൾ കത്തും. ഇനി നീല ബൾബ് എന്ന് പറയുന്ന സാധനം 20 മിനിറ്റ് കൂടുമ്പോൾ കത്തും. ഇവ ഒരുമിച്ച് 6 മണിക്ക് പ്രകാശിച്ചെങ്കിൽ, കത്തിയെങ്കിൽ ഇനി എപ്പോഴാണ് കത്തുക എന്നാണ് ചോദ്യം. മക്കളെ, ഇത്തരം ചോദ്യങ്ങളിൽ ഒരുമിച്ച് എപ്പോൾ കത്തുമെന്ന് ചോദിച്ചാൽ ഈ 2 സാധനങ്ങളുടെയും LCM ആണ്. ഇത് കുറേ ചോദ്യങ്ങൾ ഇങ്ങനെയുണ്ട്. ബൾബുകൾ എപ്പോൾ കത്തും, ഒരുമിച്ച് എപ്പോൾ മണി അടിക്കും, ഒരുമിച്ച് എത്ര അലാറം അടിക്കും, ട്രാഫിക് സിഗ്നലിലെ ലൈറ്റ് ഇപ്പോൾ ഒന്ന് കത്തി, പിന്നെ ഒരുമിച്ച് എപ്പോൾ കത്തും. ഇങ്ങനെയുള്ള ചോദ്യങ്ങളിലെല്ലാം ഒരുമിച്ച് എപ്പോൾ കത്തും എന്നാണ് ചോദ്യമെങ്കിൽ, ഒരുമിച്ച് എപ്പോൾ മണി അടിക്കും എന്നാണ് ചോദ്യമെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ അവരുടെ LCM എടുക്കുക, ലസാഗു എടുക്കുക. ഇതെന്തുകൊണ്ടാണ് LCM എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെയും കൂടെ റീസൺ വെറുതെ ഒന്ന് പറയാം. ഈ 12ാമത്തെ മിനിറ്റിൽ കത്തുന്ന ആള് 24ാമത്തെ മിനിറ്റ് കത്തും, 36ാമത്തെ മിനിറ്റ് കത്തും, 48ാമത്തെ മിനിറ്റ് കത്തും, 60ാമത്തെ മിനിറ്റ് കത്തും, 72ാമത്തെ മിനിറ്റ് കത്തും. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഓക്കെ, കാര്യം 12 മിനിറ്റ് വെച്ചല്ലേ, 12, അടുത്ത 12, 24, 36, അതായത് 12ന്റെ ഗുണിതങ്ങളിൽ കത്തിക്കൊണ്ടിരിക്കും. ഇനി 20ാമത്തെ മിനിറ്റ് കത്തുന്ന ആള് 40ാമത്തെ മിനിറ്റ് കത്തും, അടുത്ത 20, പിന്നെ അടുത്ത 20 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 40ാമത്തെ മിനിറ്റാ, പിന്നെ അടുത്ത 20 60ാമത്തെ മിനിറ്റാ, പിന്നെ 80ാമത്തെ മിനിറ്റ്, പിന്നെ 100ാമത്തെ മിനിറ്റ്, ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. അതായത് ഈ ബൾബുകൾ കത്തുന്നത് അവരവരുടെ ഗുണിതങ്ങൾക്കനുസരിച്ച് 12, 24 മിനിറ്റ്, 36. ഇത് രണ്ടും ഒരുമിച്ച് കത്തണമെങ്കിൽ, ഐഡിയ കിട്ടിയോ? ഇത് രണ്ടും ഒരുമിച്ച് കത്തണമെങ്കിൽ ഇവരുടെ 2 പേരുടെയും പൊതുവായ ഏതെങ്കിലും ഗുണിതത്തിൽ വരണം. കാര്യം 12, 24, 36 കണ്ടോ, ഈ ഗുണിതങ്ങളിൽ പോവാ. 20, 40, 60 ഈ ഗുണിതങ്ങളിൽ പോവാ. ഇവർ 2 പേരും ഒരുമിച്ച് കത്തണമെങ്കിൽ ഇവരുടെ 2 പേരുടെയും പൊതുവായ ഗുണിതം, പൊതുഗുണിതം, ആദ്യത്തെ പൊതുഗുണിതം, അതാണ് ലസാഗു, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. കണ്ടോ, ഇതിന്റെ പിന്നിലുള്ള കണക്ഷനും കൺസെപ്റ്റും ഇതാണ്. അപ്പോൾ ഡയറക്റ്റ് LCM എടുക്കുന്നതിനെ പഠിക്കുന്നതിനേക്കാളും നല്ല ഈ ഒരു ഐഡിയ ഒന്ന് ആലോചിച്ച് നോക്ക്. 12, 24, 36, മറ്റേ 20, 40, 60. അപ്പോൾ എന്തായാലും ഇവരുടെ പൊതു ഗുണിതങ്ങളിലായിരിക്കും ഇവർ ഒരുമിച്ച് കത്തുക. കണ്ടോ, LCM നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കും LCM ആണ് ഇതിന്റെ പിന്നിലും. അപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും ഞാൻ ഈ എഴുതിയപ്പോൾ എപ്പോഴാണ് കത്തുക. അപ്പോൾ 12 മിനിറ്റിൽ കത്തും ഒരു ബൾബ്, 20ാമത്തെ മിനിറ്റ് കത്തും. അപ്പോൾ ഇവരുടെ 2 പേരുടെയും LCM എടുക്കുക. ഈ 2 സംഖ്യകളും ഒരുമിച്ച് 4 കൊണ്ട് പോകും. 4 കൊണ്ട് ഒരുമിച്ച് ആദ്യം പോകുന്ന നോക്കുക. 4 കൊണ്ട് പോയാൽ ഇത് 3 ആവും, ഇത് 5 ആവും.
ഇനി ഈ രണ്ട് സംഖ്യകൾ ഒരുമിച്ച് പോകത്തില്ല. ഇനി ഓരോ സംഖ്യകളായിട്ടേ പോവുള്ളൂ. അതുകൊണ്ട് 4 ഗുണം 3 ഗുണം 5 ഇവരുടെ LCM. രണ്ട് സംഖ്യകളും ഒരുമിച്ച് 4 കൊണ്ട് പോകും. ഇനി രണ്ട് സംഖ്യകൾ ഒരുമിച്ച് പോകത്തില്ല, ഓരോന്ന് വേണമെങ്കിൽ എഴുതി നോക്കാം. 3 വെച്ച് 1 5, 5 വെച്ച് പോയാൽ 1 1. ഓക്കെ, അപ്പം 4 ഗുണം 3 ഗുണം 5 ഇവരുടെ LCM. അത് നമുക്ക് കിട്ടും 60. അപ്പം നമ്മൾ ചെയ്തത് മിനിറ്റിലാണ്. 12 മിനിറ്റ് 20 മിനിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരവും മിനിറ്റിലായിരിക്കും. അപ്പോൾ ഇവരുടെ LCM എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അതിൻ്റെ അർത്ഥം ഓരോ 60 മിനിറ്റിൽ ഇവർ കത്തിക്കൊണ്ടേയിരിക്കും. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ മുമ്പേ നമ്മൾ പഠിച്ചു 1 മണിക്കൂറാ. 1 മണിക്കൂർ കൂടുമ്പോൾ ഇവർ കത്തിക്കൊണ്ടേയിരിക്കും. 1 മണിക്കൂർ കൂടുമ്പോൾ ഇവർ കത്തിക്കൊണ്ടേയിരിക്കും. ഇനി എന്തുവാ ചോദ്യം? ഇവർ എത്ര മണിക്കൂർ കൂടുമ്പോൾ കത്തും എന്നതാണ് ചോദ്യമെങ്കിൽ 60 മിനിറ്റ് അല്ലെ 1 മണിക്കൂർ. പക്ഷെ ഇവിടെ അതല്ല ചോദിച്ചേക്കുന്നത്. പിന്നെന്തുവാ? അവരൊരുമിച്ച് 6 PM വൈകുന്നേരം 6 PM പ്രകാശിച്ചു. ഇനി എപ്പോൾ പ്രകാശിക്കും? നമുക്കറിയാം, ഇടയെ 1 മണിക്കൂർ കഴിയുമ്പോൾ അവർ പ്രകാശിക്കും. 6 മണിക്ക് ഒരുമിച്ച് പ്രകാശിച്ചു. ഇനി എപ്പോഴാ? 1 മണിക്കൂർ കഴിഞ്ഞ് 6ന്റെ കൂടെ 1 മണിക്കൂർ കൂട്ടി 7 PM ഒരുമിച്ച് പ്രകാശിക്കും. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 7 PM സെറ്റ്. എത്ര മണിക്കൂർ കൂടുമ്പോഴാണ് ഇവർ പ്രകാശിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ഉത്തരം 60 മിനിറ്റ് അല്ലെ 1 മണിക്കൂർ. ഇവിടെ അതല്ല ചോദിച്ചേക്കുന്നത്. അവർ ഒരുമിച്ച് 6 മണിക്ക് പ്രകാശിച്ചു. ഇനി എപ്പോഴാ? 1 മണിക്കൂർ കഴിഞ്ഞ് 6 മണി 1 മണിക്കൂർ കഴിഞ്ഞ് 7 PM അവർ ഒരുമിച്ച് പ്രകാശിക്കും. ഓപ്ഷൻ ബി. 6:30 ആയിരുന്നു ക്വസ്റ്റിന് തന്നിരുന്നെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് 7:30. 6:15 ആയിരുന്നു ക്വസ്റ്റ്യൻ എങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് 7:15. ഇവിടെ 6 മണി തന്നോണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് 7 മണി. 7 മണി കഴിഞ്ഞാൽ പിന്നെ 8 മണി. പിന്നെ 8 മണി കഴിഞ്ഞാൽ പിന്നെ 9 മണി. ഓക്കെയാണ്. അപ്പോൾ ഒരു വട്ടം കൂടെ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബൾബ് 12ാമത്തെ മിനിറ്റിൽ കത്തും, 20ാമത്തെ മിനിറ്റിൽ കത്തും. ഇവ ഒരുമിച്ച് കത്തുന്നത് ഇവരുടെ LCM. മക്കളെ, LCM കാണാനുള്ള ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. അത് പഠിച്ചവർക്ക് ഞാൻ അതിൻ്റെ ഷോർട്ട് കട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതൊന്നും എഴുതാതെ തന്നെ കിട്ടും. വലിയ സംഖ്യ 20, 12 കൊണ്ട് പറ്റത്തില്ല. 20ന്റെ അടുത്ത ഗുണിതം 40, 12 കൊണ്ട് പറ്റത്തില്ല. 20ന്റെ അടുത്ത ഗുണിതം 60, 12 കൊണ്ട് പറ്റും. LCM 60. ഇങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. പഠിച്ച ഉപകാരമാണ്. ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇപ്പോൾ കൊടുത്തേക്കാം. അപ്പോൾ രണ്ട് സംഖ്യകളും ഒരുമിച്ച് പോകുന്ന 4, ഇത് 3 ആവും, ഇത് 5 ആവും. ഇനിയും രണ്ട് സംഖ്യകൾ ഒരുമിച്ച് പോകത്തില്ല. അപ്പോൾ ഇതെല്ലാം ഗുണിച്ചാൽ മതി. 4 ഗുണം 3 ഗുണം 5, 60 മിനിറ്റാണ് ഇവ ഒരുമിച്ച് കത്തുന്നത്. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ. അപ്പോൾ 1 മണിക്കൂർ കൂടുമ്പോൾ ഇവർ ഒരുമിച്ച് കത്തും. 6 PM അവർ ഒരുമിച്ച് കത്തിയിട്ടുണ്ട്. ഇനി എപ്പോൾ കത്തും? 1 മണിക്കൂറോടെ കഴിഞ്ഞ്. 6 PM കൂടെ 1 മണിക്കൂറോടെ കഴിഞ്ഞ് ഒരുമിച്ച് കത്തുന്ന സമയം 7 PM ആണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം, 0.101 ഇൻറ്റു 0.001 വില എത്ര എന്നതാണ് ചോദ്യം. അതായത് ദശാംശ സംഖ്യയുടെ ഗുണനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണിക്കാനായിട്ട് നമ്മൾ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യയെ ഗുണിക്കും. എന്നിട്ട് മൊത്തം എത്ര പോയിന്റ് ഉണ്ടോ അതിട്ട് കൊടുക്കും. അങ്ങനെയാണ് നോർമലി ചെയ്യുന്നത്. ഒന്നുമില്ല, നമ്മൾ ആദ്യം ഈ സംഖ്യയെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 101 എന്ന് എഴുതാം. പോയിന്റ് നിങ്ങൾ നോക്കുകയേ വേണ്ട. പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യ 101 ഇൻറ്റു 0.001 പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ നമുക്ക് 1 എന്ന് എഴുതാം. നമ്മൾ ആദ്യം 101 ഗുണം 1 ചെയ്താൽ നമുക്ക് എല്ലാവർക്കും 101 എന്ന് കിട്ടും. കാര്യം 1 കൊണ്ട് ഏത് സംഖ്യ ഗുണിച്ചാലും അത് തന്നെ. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മൊത്തം എത്ര സ്ഥാനമുണ്ടോ അത്രയും സ്ഥാനം നമ്മുടെ ഉത്തരത്തിലും വേണം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മക്കളെ 3 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് മക്കളെ 3 സ്ഥാനം. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 3, ഇവിടെ 3, അങ്ങനെ മൊത്തം 6 സ്ഥാനം ഇതിൻ്റെ അകത്തിൽ വരണം. ഇതിലിപ്പം 3 ആയിട്ടുള്ളൂ. 6 സ്ഥാനം വേണം. 6 സ്ഥാനമാക്കാനായിട്ട് നമ്മൾ ഒരു 3 0 കൂടെ കൊടുത്തു. നമ്മുടെ ഉത്തരം 0.0000101.
ഇതെവിടെയുണ്ട്? ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, പോയിന്റ് വരുന്ന സംഖ്യയെ ഗുണിക്കാനായിട്ട് നമ്മൾ പോയിന്റ് ഇല്ലാതെ എഴുതി. ആദ്യത്തവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 101 ഗുണം അടുത്തവനെ പോയിന്റ് ഇല്ലാതെ എഴുതുമ്പോൾ 1, പോയിന്റ് ഇല്ലാതെ ഗുണിച്ചു 101 ഗുണം 1 101. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം, ഇവിടെയും പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. സോ നമ്മുടെ ഉത്തരത്തിൽ 3 3 6 സ്ഥാനം വേണം. ഇവിടെ ഇപ്പം 3 ഉള്ളൂ, ബാക്കി 3 സ്ഥാനം 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. 0.30 ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. അടുത്ത ചോദ്യം. ഈ ചോദ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേ കറങ്ങി നടക്കുന്ന ഒരു ചോദ്യമാണ്. ഒരുപാട് പേര് എന്നോട് സംശയം ചോദിച്ച ഏജുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56. 4 വർഷം കഴിഞ്ഞാൽ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാവും. അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നതാണ് ചോദ്യം. ചോദ്യം ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അമ്മയും മകളും, അമ്മയുടെയും മകളുടെയും വയസ്സിന്റെ ഇപ്പോഴത്തെ തുക, വെറുതെ ഒരു തുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തുക 56. ഇപ്പൊ അമ്മയുടെ മകളുടെ വയസ്സ് കൂട്ടുമ്പോൾ 56 കിട്ടും. ഇനി 4 കൊല്ലം കഴിയുമ്പോൾ, ഫോർ ആഫ്റ്റർ 4 കൊല്ലം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാവും. അപ്പോൾ മക്കളെ, 4 കൊല്ലം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാവും. അപ്പം മകളുടെ വയസ്സ് 1 ആണെങ്കിൽ, അല്ലെങ്കിൽ 1x ആണെങ്കിൽ, അമ്മയുടെ വയസ്സ് എന്ന് പറയുന്നത് 3x ആണ്. എന്തുകൊണ്ടാ? 3 ഇരട്ടിയാവും എന്നാ പറയുന്നത്. ഒന്നുകൂടെ, അമ്മയുടെ മകളുടെയും വയസ്സിന്റെ തുക 56 ആയിപ്പോ. 4 കൊല്ലം കഴിയുമ്പോൾ, 4 ഇയർ ആഫ്റ്റർ, ഇത് മകള്, ഇത് അമ്മ. അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 മടങ്ങാവും, 3 ഇരട്ടിയാവും. മകളുടെ വയസ്സ് 1 ആണ്, അമ്മയുടെ വയസ്സ് 3 ആവും. അവരുടെ റേഷ്യോ 1:3 ആവും. അതായത് അമ്മയുടെ മോളുടെ വയസ്സ് 1x ആണ്, അമ്മയുടെ വയസ്സ് 3x ആവും. എപ്പോഴാ? 4 കൊല്ലം കഴിയുമ്പോൾ. ഓക്കെ, ഇത്ര എഴുതാൻ ബുദ്ധിമുട്ടില്ല. ഇനി ചില കുഞ്ഞുങ്ങളുണ്ട്, എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, അവരുടെ വയസ്സിന്റെ തുക 56, അവരുടെ വയസ്സ് 1x 3x, അത് രണ്ടും കൂടെ കൂട്ടി 4x ആണ്, 56 എന്ന് എഴുതും. എന്നിട്ട് x എന്ന് പറയുന്നത് 56/4 14 എന്ന് വെച്ച് കാച്ചു. എന്നിട്ട് x എടുത്ത് ഇവിടെ കൊടുക്കും. ഇത് വലിയൊരു ആന മണ്ടത്തരമാണ്. അങ്ങനെ പറയാൻ കാര്യം എന്താന്ന് ചോദിച്ചാൽ, ഈ തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തുകയാണ്. ഈ വയസ്സെന്ന് പറയുന്നത് 4 കൊല്ലം കഴിയുമ്പോൾ ഉള്ള വയസ്സാണ്. കണ്ടോ? 4 കൊല്ലം കഴിയുമ്പോൾ മോളുടെ വയസ്സ് 1x, അമ്മയുടെ വയസ്സ് 3x. ഇത് ഇപ്പോഴത്തെ തുകയാണ്. ഇത് 4 കൊല്ലം കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതെങ്ങനെ നമുക്ക് ഈക്വൽ ഇട്ട് എഴുതാൻ പറ്റും? പറ്റൂല. ഇത് ഇപ്പോഴത്തെ തുകയാണ്. ഇത് 4 കൊല്ലം കഴിയുമ്പോൾ ഉള്ള വയസ്സാണ്. 4 കൊല്ലം കഴിയുമ്പോൾ ഉള്ള വയസ്സ് കൂട്ടിയിട്ട് ഇപ്പോഴത്തെ തുകയായിട്ട് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ആദ്യം 4 കൊല്ലം കഴിയുമ്പോൾ ഉള്ള തുക എത്രയാന്ന് നോക്കണം. ഇപ്പോ അമ്മയ്ക്കും മകൾക്കും 56 വയസ്സുണ്ട്, മൊത്തം കൂടെ 2 പേർ കൂടെ. 4 കൊല്ലം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സിന്റെ കൂടെയും 4 കൂടും, മോളുടെ വയസ്സിന്റെ കൂടെയും 4 കൂടും. അങ്ങനെ 4 4 8 കൂടും. 56ഉം 8 കൂടെ ചേർത്ത് 4 കൊല്ലം കഴിയുമ്പോൾ അവരുടെ വയസ്സ് 64 ആവും. സെറ്റാണോ? ഒന്നുകൂടെ, ഇപ്പോ അവരുടെ വയസ്സിന്റെ തുക 56. അമ്മയ്ക്ക് മോക്കും 4 കൊല്ലം കഴിയുമ്പോൾ മോക്കൊരു 4 വയസ്സ് കൂടും. അമ്മയുടെ വയസ്സും എന്തായാലും 4 കൂടും. കാര്യം വയസ്സ് എല്ലാവർക്കും ഓരോ വർഷം ഓരോന്ന് വെച്ച് കൂടും. അങ്ങനെ 56ന്റെ കൂടെ 4 അമ്മയ്ക്ക്, 4 മോക്ക്. അങ്ങനെ മൊത്തം 4 കൊല്ലം കഴിയുമ്പോൾ അവരുടെ വയസ്സിന്റെ തുക 64 ആവും. ഇനി നമുക്ക് ഈസിയാ. 4 കൊല്ലം കഴിയുമ്പോൾ മോളുടെ വയസ്സ് 1x, അമ്മയുടെ വയസ്സ് 3x. 4 കൊല്ലം കഴിയുമ്പോൾ അവരുടെ വയസ്സ് കൂട്ടുമ്പോൾ 64 വരും. അപ്പോൾ 1x 3x കൂടെ കൂട്ടി 1x + 3x 4x ആണ് 64. അങ്ങനെയാണ് x എന്ന് പറയുന്നത്
64/4 നമുക്ക് പറയാം 16. ചിലര് 4 ഭാഗം 64, ഒരു ഭാഗം 16 എന്നൊക്കെ എടുക്കും. ഏത് വേണം എടുക്കാം, നിങ്ങളുടെ സൗകര്യം. അപ്പോൾ x 16 കിട്ടിയ സ്ഥിതിക്ക് മോളുടെ വയസ്സ് 1x, 1 ഗുണം 16 16. അമ്മയുടെ വയസ്സ് 3x, 3 ഗുണം 16 48. അപ്പം മോളുടെ വയസ്സ് 16ഉം അമ്മയുടെ വയസ്സ് 48ഉം എന്ന് നമുക്ക് കിട്ടും. ആരുടെയാണ് അത് മതി. എന്നാലും ഇത് ഉറപ്പായിട്ടും മിക്കവാറും ഓപ്ഷൻ്റെ അകത്ത് കാണും. ചോടി കയറി ടിക്ക് ചെയ്യാൻ തോന്നും. കണ്ടോ, വന്ന ചോദ്യമാ. 48 ഓപ്ഷൻ എയിൽ കിടപ്പുണ്ട്, ടിക്ക് ചെയ്യരുത്. നമ്മളോട് എന്താ ചോദിച്ചേ? അമ്മയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? എടാ, 4 കൊല്ലം കഴിയുമ്പോ അമ്മയ്ക്ക് 48 വയസ്സാണ് എന്ന് കിട്ടി. അങ്ങനാണ് ഇപ്പോ 4 കൊല്ലം കഴിയുമ്പോഴാണ് അമ്മയ്ക്ക് 48. അപ്പൊ ഇപ്പോ 48 ഒരു 4 പോയിട്ട് ഇപ്പോ അമ്മയുടെ വയസ്സ് നമുക്ക് പറയാം 44. സെറ്റാണ്. ഓപ്ഷൻ ബി ഈസ് അവർ ആൻസർ. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് ഒരു സ്വല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നാം. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വട്ടം കൂടെ പറയും. അമ്മയുടെയും മകളുടെയും വയസ്സുകളുടെ തുക 56. അപ്പൊ ഇപ്പോ അമ്മയുടെ മകളും വയസ്സ് എത്രയാണെന്ന് നമുക്ക് അറിയത്തില്ല, അത് കൂട്ടുമ്പോൾ 56 വരും. 4 വർഷം കഴിയുമ്പോൾ 4 ഇയർ ആഫ്റ്റർ അമ്മയുടെ വയസ്സ് മകളുടെ വയസ്സിന്റെ 3 ഇരട്ടിയാവും. മകൾക്ക് 1 ആണെങ്കിൽ അമ്മയുടെ വയസ്സ് അതിന്റെ 3 ഇരട്ടി 3 ആവും. അപ്പോൾ മകളും അമ്മയും തമ്മിലുള്ള വയസ്സിന്റെ റേഷ്യോ 1:3. 4 കൊല്ലം കഴിയുമ്പോൾ മകളുടെ വയസ്സ് 1x ആണ്, അമ്മയുടെ വയസ്സ് 3x ആണ്. 4 കൊല്ലം കഴിയുമ്പോൾ ഇപ്പോൾ അവരുടെ വയസ്സിന്റെ തുക 56. ഇപ്പോൾ അവരുടെ വയസ്സിന്റെ തുക 56 ആണെങ്കിൽ അമ്മയ്ക്കും മോക്കും കൂടെ ഇപ്പൊ 56 വയസ്സ്, രണ്ടും കൂടെ കൂട്ടും 56 വയസ്സുണ്ട്. അമ്മയ്ക്കുടെ മകളുടെ വയസ്സ് കൂട്ടും 56. 4 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ ഉള്ള വയസ്സ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ 4 കൊല്ലം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സിന്റെ കൂടെയും 4 കൂടും. ഇപ്പൊ വയസ്സിന്റെ തുക 56. അമ്മയുടെ വയസ്സിന്റെ കൂടെയും 4 കൂടും, മോളുടെ കൂടെയും 4 കൂടും. അങ്ങനെ 56 4 4. 4 കൊല്ലം കഴിയുമ്പോൾ അവരുടെ വയസ്സിന്റെ തുക 64 ആവും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ എന്തൊക്കെയുണ്ട്? 4 കൊല്ലം കഴിയുമ്പോൾ മോളുടെ വയസ്സ് 1x, 4 കൊല്ലം കഴിയുമ്പോൾ അമ്മയുടെ വയസ്സ് 3x, അവരുടെ 4 കൊല്ലം കഴിയുമ്പോൾ അവരുടെ വയസ്സിന്റെ തുക 64. അപ്പോ ഈ 1x 3x കൂടെ കൂട്ടുമ്പോൾ 64 കിട്ടും. 1x 3x കൂടെ കൂട്ടിയ 1x 3x കൂടെ കൂട്ടുമ്പോൾ 4x ആണ്. ഈ 4x ആണ് 64. അങ്ങനെയാണ് x എന്ന് പറയുന്നത് 64/4 നമുക്ക് 16 എന്ന് കിട്ടും. x 16 ആണ്. മോളുടെ വയസ്സ് 1x, 1 ഗുണം 16 16. അമ്മയുടെ വയസ്സ് 3x, 3 ഗുണം 16 48. ഇനി ഒന്ന് നോക്കിക്കേ. 4 കൊല്ലം കഴിയുമ്പോഴുള്ള 4 വർഷം കഴിയുമ്പോഴുള്ള റേഷ്യോ എടുത്ത് ചെയ്തപ്പോ അമ്മയ്ക്ക് മോക്ക് 16 വയസ്സ്, അമ്മയ്ക്ക് 48 വയസ്സ്. 4 കൊല്ലം കഴിയുമ്പോ മോക്ക് 16, അമ്മയ്ക്ക് 48. എടാ, നിന്നോട് ചോദിക്കുക 4 കൊല്ലം കഴിയുമ്പോ അമ്മയുടെ വയസ്സ് എത്ര? ഇറ്റ്സ് 48. പക്ഷെ ഇവിടെ അതല്ല ചോദിച്ചേക്കുന്നത്. ഇപ്പോഴത്തെ അമ്മയുടെ വയസ്സ് 4 കൊല്ലം കഴിയുമ്പോഴാണ് അമ്മയ്ക്ക് 48 ആവുന്നേ. അപ്പൊ ഇപ്പൊ ആയിട്ടില്ല, 4 കൊല്ലം കഴിയുമ്പോഴേ 48 ആവൂ. ഇപ്പൊ 48-ന്ന് 4 കുറച്ച് അമ്മയുടെ വയസ്സ് 44. സെറ്റാണ് ഓപ്ഷൻ ബി. 2 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു വട്ടം കൂടെ ചെയ്യാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. അടുത്ത ചോദ്യം ഇതാ. 3x = 729 ആയാൽ 3x - 1 എത്ര എന്നതാണ് ചോദ്യം. മക്കളെ, നമ്മുടെ LGSന്റെ സിലബസിൽ കൃത്യംഗം എക്സ്പോണൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഇല്ല. പിന്നെ ഞാൻ ഈ ചോദ്യം ഇട്ടതിൻ്റെ കാര്യം, കഴിഞ്ഞ ഖാദി ബോർഡ് LDCയുടെ പ്രിലിംസിന് ഇത് വന്നിട്ടുണ്ട്. പ്രിലിംസിൻ്റെ സിലബസിലും എക്സ്പോണൻസ് എന്ന് പറയുന്ന ടോപ്പിക് ഇല്ല. പക്ഷേ എക്സ്പോണൻസിൻ്റെ അത്യാവശ്യം ബേസിക്സ് ഒക്കെ പരീക്ഷയ്ക്ക് അവിടെ ഇവിടെയായിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം ബേസിക്സ് ഒന്ന് അറിഞ്ഞാൽ നല്ലതാണ്. എസ്പെഷ്യലി എക്സ്പോണൻസിൻ്റെ പാർട്ട് 1 ഒന്ന് കണ്ടിട്ട് പോയാൽ നല്ലതാണ്. സമയം ഉണ്ടേ കണ്ടാൽ മതി, കണ്ടാൽ നല്ലതാണ്. അപ്പം ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇതിൻ്റെ പ്രോപ്പർ രീതി വന്നതായതുകൊണ്ട് ഇതെങ്ങനെയാ ചെയ്യുന്നത്? ഇതിൻ്റെ പ്രോപ്പർ രീതി എന്താണ്?
ഇത് ചെയ്യാനുള്ള എളുപ്പവഴി എന്താ, ഇതൊക്കെ ഞാനൊന്ന് പറയാം. മക്കളെ, 3x സമം 729. നമുക്ക് 3x-1 കാണണം. അപ്പം നമ്മൾ ആദ്യം ഇവിടെ വലിയ സംഖ്യ 729, ചെറിയ സംഖ്യ 3. അപ്പം 729-നെ 3 വെച്ച് ഫാക്ടറൈസ് ചെയ്തു. 3 വെച്ച് 729-നെ 3 വെച്ച് ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 വെച്ച് ഘടകക്രിയ ചെയ്ത് 1ലേക്ക് കൊണ്ടുവരിക. 729-നെ 3 വെച്ച് ഹരിക്കുമ്പോൾ ഹരിച്ച് 243. വീണ്ടും ഈ 243-നെ ഘടകക്രിയ ചെയ്യാന്ന് പറഞ്ഞാൽ ആ സംഖ്യ കൊണ്ട് ഹരിച്ച് വരും. താഴോട്ട് ചെയ്യുമ്പോൾ 81. 3 വെച്ച് ചെയ്യുമ്പോൾ 27. 3 വെച്ച് ചെയ്യുമ്പോൾ 9. 3 വെച്ച് ചെയ്യുമ്പോൾ 3. 3 വെച്ച് ചെയ്യുമ്പോൾ 1. ഓക്കെ. അപ്പൊ 729-നെ നമ്മൾ ചെറിയ സംഖ്യയായ 3 വെച്ച് ഘടകക്രിയ 3 വെച്ച് ഹരിച്ച് നമ്മൾ 1ലേക്ക് എത്തിച്ചു. അപ്പൊ 729-നെ 1ലേക്ക് എത്തിക്കാൻ എത്ര പ്രാവശ്യം 3 ഉപയോഗിച്ചു? 1, 2, 3, 4, 5, 6 പ്രാവശ്യം. അപ്പോ 3x സമം 3/6 എന്ന് നമുക്ക് എഴുതാം. എന്തുകൊണ്ടാ? 3 6 പ്രാവശ്യം ഡിവൈഡ് ചെയ്താൽ 1 ആവും. കണ്ടോ? 6 പ്രാവശ്യം ആയതുകൊണ്ട്. അപ്പൊ 729-ന്റെ സ്ഥാനത്ത് നമുക്ക് 3/6 എന്ന് എഴുതാം. കണ്ട് പേടിക്കണ്ട, ഒന്നുമില്ല, വേറെ പരിപാടി ഉണ്ട്. അപ്പൊ ഇതൊന്ന് നോക്കിക്കേ. 3x സമം 3/6. അപ്പറോ ഇപ്പറോ സെയിമ. ബേസ്, അതായത് താഴെയുള്ളവർ ഇവിടെ 3, ഇവിടെ 3. സെയിം ആണെങ്കിൽ മേളിയുള്ളവർ സെയിം ആവണമല്ലോ. അപ്പൊ എക്സും 6ഉം സെയിം ആവും. അപ്പൊ എക്സിന്റെ വില നമുക്ക് 6 എന്ന് കിട്ടും. മക്കളെ, നമ്മളോട് എക്സിന്റെ വിലയാണ് ചോദിച്ചതെങ്കിൽ നമ്മുടെ ഉത്തരം 6 ആണ്. പക്ഷെ ഇവിടെ എന്തോ ചോദിച്ചേ? 3x-1 ചോദിച്ചേ. അപ്പൊ 3/6-1, അതായത് 3/5 ആണ് നമുക്ക് കാണണ്ടേ. അപ്പൊ 3/5 കാണാൻ 3 ഗുണം 3 ഗുണം 3 5 പ്രാവശ്യം 3 ഗുണം 3 ഗുണം 3 9 27 81 243 എന്ന് നമുക്ക് കിട്ടും. 243 ഓപ്ഷനിൽ ഉണ്ട്. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. ഇങ്ങനെയാണ് ഈ സാധനം ശരിക്കും ചെയ്യുന്നത്. അപ്പൊ 3x 729. അപ്പോൾ 729-നെ 3 വെച്ച് ചെയ്ത് വരുമ്പോൾ 6 പ്രാവശ്യം 3 ഉപയോഗിച്ചാൽ 1 കിട്ടും. അപ്പൊ 3x-ഉം ഈക്വൽ ടു 729-നെ 3/6. ഇത് രണ്ടും കൂടെ സൂക്ഷിച്ച് നോക്കിയാൽ ഇവിടെ താഴെ 3, ഇവിടെ താഴെ 3 സെയിമാ. ഇവിടെ x, ഇവിടെ 6. അപ്പൊ x എന്ന് പറയുന്നത് 6 മനസ്സിലാവും. അപ്പൊ നമുക്ക് കാണേണ്ടത് 3x-1 6 - 1 3/5. 3 5 പ്രാവശ്യം ഗുണിച്ച് 243. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി ഇത് ചെയ്യാനായിട്ട് ഞാനൊരു സിമ്പിൾ ടെക്നിക്ക് പറയാം. മക്കളെ, 3x നമ്മളോട് പറഞ്ഞു 729. നമുക്ക് 3x-1 കാണാൻ -1 ആയതുകൊണ്ട് ഇതിനെ ഈ തന്നിരിക്കുന്ന 729-നെ 3/1 കൊണ്ട് ഹരിക്കുക. അപ്പൊ -2 ആയിരുന്നേലോ 3ന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കുക. -3 ആയിരുന്നേലോ 3/3 കൊണ്ട് ഹരിക്കുക. -4 ആയിരുന്നേലോ 3/4 കൊണ്ട് ഹരിക്കുക. ഇവിടെ -1 ആയതുകൊണ്ട് 3/1 കൊണ്ട് ഹരിക്കുക. 729/3/1 എന്ന് പറഞ്ഞാൽ 3 തന്നെയാണ്. 3 കൊണ്ട് ഹരിച്ചു. 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മുടെ ഉത്തരം 243 സെറ്റാണ്. ഓപ്ഷൻ എ. ഇപ്പൊ കുറച്ചു പേരുടെ മനസ്സിൽ തോന്നാവുന്ന ഒരു കാര്യം പറയട്ടെ, ഇവിടെ മുമ്പേ നീ ഇത് അങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിക്കും, സത്യമായിട്ട്. പക്ഷെ എല്ലാത്തിനും അതിന്റെ പ്രോപ്പറായ രീതി ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ എവിടെങ്കിലും ഒക്കെ നല്ലതാണ്. അതിന്റെ കൺസെപ്റ്റിന്, അതിന്റെ പിന്നിലുള്ള കൺസെപ്റ്റ് അറിയാമെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ഈസി ആവും. ഇനി കുറച്ച് പേര് ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തേ? എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ 3x ഉണ്ട്, നമുക്ക് 3x-1 കാണണം. മക്കളെ, 3x-നെ 3/1 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3x-1 ആവുന്നത്.
എ റൈസ് ടു എം ഡിവൈഡഡ് ബൈ എ റൈസ് ടു എൻ എന്ന് പറയുന്നത് എ റൈസ് ടു എം മൈനസ് എൻ ആണ്. ആ ഒരു ലോജിക്ക് പ്രകാരം 3 റൈസ് ടു എക്സിനെ 3 റൈസ് ടു 1 കൊണ്ട് ഹരിക്കുമ്പോഴാണ് 3 റൈസ് ടു എക്സ് മൈനസ് 1 ആവുന്നത്. അതുകൊണ്ടാണ് 3 റൈസ് ടു 1 കൊണ്ട് ഹരിച്ചത്. നിങ്ങൾ സിമ്പിളായി ഇത്രയേ ഉള്ളൂ. ഈ എഴുതിയേക്കുന്ന 729നെ 3 റൈസ് ടു എക്സ് മൈനസ് 1 ആയതുകൊണ്ട്, പവർ -1 ആയതുകൊണ്ട് 3 റൈസ് ടു 1 കൊണ്ട് ഹരിക്കുക. 3 റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 3 തന്നെ. 729നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് പറയാം 243. ഇതേപോലെ ഒരു 2-3 ചോദ്യം കൂടെ നമുക്ക് ചുമ്മാ ട്രൈ ചെയ്ത് നോക്കാം. വെറുതെ 5 റൈസ് ടു എൻ എന്ന് പറയുന്നത് 3125. നമുക്ക് 5 റൈസ് ടു എൻ മൈനസ് 2 കാണണം, n-2. അതുപോലെ 4 റൈസ് ടു എക്സ് എന്ന് പറയുന്നത് 1024. നമുക്ക് 4 റൈസ് ടു എക്സ് മൈനസ് 3 കാണണം, x-3 കാണണം. മക്കളെ 5 റൈസ് ടു n തന്നു 3125. നമുക്ക് 5 റൈസ് ടു n-2 കാണണം. n-2 ആയതുകൊണ്ട് -2 ആയതുകൊണ്ട് 5ന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കണം. 3125നെ 5ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 കൊണ്ട് ഹരിച്ചു നോക്കൂ. 125 ആയിരിക്കും നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടാനായിട്ട് പോവുക. സിമ്പിൾ സാധനം. അടുത്തത് 4 റൈസ് ടു എക്സ് 1024. നമുക്ക് 4 റൈസ് ടു എക്സ് മൈനസ് 3 കാണണം. -3 ആയതുകൊണ്ട് 4ന്റെ ക്യൂബ് കൊണ്ട് ഹരിക്കണം. 1024നെ 4ന്റെ ക്യൂബായ 64 കൊണ്ട് ഹരിച്ചു നോക്ക്. 64 കൊണ്ട് ഹരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഉറപ്പായിട്ടും 16 ആയിരിക്കും. ഹരിച്ചു നോക്ക്, വെട്ടിയോ എങ്ങനെയാലും ഹരിച്ചു നോക്ക്, നിങ്ങളുടെ ഉത്തരം 16 ആയിരിക്കും. ഒരു 2 ചോദ്യം കൂടെ. 2 റൈസ് ടു n സമം 512. 2 റൈസ് ടു n-2 കാണണം. അടുത്തത് 3 റൈസ് ടു എക്സ് സമം 81. 3 റൈസ് ടു x-1 കാണണം. മക്കളെ 2 റൈസ് ടു n 512. നമുക്ക് n-2 ആയതുകൊണ്ട് -2 ആയതുകൊണ്ട് 2ന്റെ സ്ക്വയർ കൊണ്ട് ഹരിക്കണം. 512നെ 2ന്റെ സ്ക്വയർ ആയ 4 കൊണ്ട് ഹരിച്ചു. 2ന്റെ സ്ക്വയർ ആയ 4 കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മുടെ ഉത്തരം 128 ആയിരിക്കും. സെറ്റാണ്, മുമ്പോട്ട് പോവാം. ഇനി 3 റൈസ് ടു എക്സ് 81. നമുക്ക് 3 റൈസ് ടു x-1 കാണണം. -1 ആയതുകൊണ്ട് 3 റൈസ് ടു 1 കൊണ്ട് ഹരിക്കണം. അതായത് 81നെ 3 കൊണ്ട് ഹരിക്കണം. 81നെ 3 കൊണ്ട് ഹരിച്ചു നോക്ക്, നിങ്ങളുടെ ഉത്തരം 27 ആയിരിക്കും. സിമ്പിൾ. ഇനി ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു x-1 +1 ആയിരുന്നെങ്കിൽ ഹരിക്കുന്നതിന് പകരം ഗുണിക്കുവാണോ? ആണ്. ഞാൻ അതിലേക്ക് വരാം. അടുത്ത റിവിഷൻ ക്ലാസ്സിൽ ഇതിൻ്റെ +1ഉം +2 ഒക്കെ ഉള്ള ചോദ്യം ഒരെണ്ണം നമുക്ക് ആഡ് ചെയ്യാം. തൽക്കാലം നിങ്ങൾ ഇതിന്ന് സെറ്റാക്കി നിർത്ത്. അടുത്ത് നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യം. മീര ഒരു വരിയിൽ മുന്നിൽ നിന്ന് 16-മതും പിന്നിൽ നിന്ന് 10-മതുമാണ് എങ്കിൽ വരിയിൽ ആകെ ആളുകളുടെ എണ്ണം എത്ര? ഇതിൽ നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാം. മീര മുന്നിൽ നിന്ന് 16-മത്. അപ്പം മുന്നിൽ നിന്ന് നോക്കുമ്പോൾ 15 പേര് കഴിഞ്ഞ് 16-മത്തെ ആള് മീരയാണ്. പിന്നീന്ന് നോക്കുമ്പോൾ 10-മത്തെ ആളാണ് മീര. 9 പേര് കഴിഞ്ഞ് 10-മത്തെ ആള് മീരയാണ്. മുന്നീന്ന് 15 പേര് കഴിഞ്ഞ് 16-മത്തെ ആള് മീര. പിന്നീന്ന് 9 പേര് കഴിഞ്ഞ് 10-മത്തെ ആള് മീര. അപ്പൊ ഈ വരിയിൽ എത്ര പേരുണ്ട്? ആദ്യം ഒരു 15 പേര്, മീരയൊന്ന് 16, പിന്നെ ഒരു 9 പേര് 25. നമ്മുടെ ഉത്തരം 25 എന്ന് പറയാം. ഓപ്ഷൻ ബി. ഇതിനും നമ്മൾ ഷോർട്ട് കട്ട് പഠിച്ചിട്ടുണ്ട്. മീര മുന്നിൽ നിന്ന് മീരയുടെ സ്ഥാനം 16, പിന്നിൽ നിന്ന് മീരയുടെ സ്ഥാനം 10. മക്കളെ ഒരാളുടെ
ഇരുവശത്ത് നിന്നുള്ള സ്ഥാനമുണ്ടെങ്കിൽ മൊത്തം എത്ര പേരുണ്ടെന്ന് കാണാൻ 2 സ്ഥാനോടെ കൂട്ടുന്നു, 1 കുറയ്ക്കുന്നു. 16ഉം 10 കൂട്ടിയ 26, അതിൽ നിന്ന് 1 കുറച്ച് 25. ഒന്നുകൂടെ പറയുന്നു, ഒരാളുടെ ഇരുവശത്ത് നിന്നുള്ള സ്ഥാനം തന്നിട്ട് മുഴുവൻ എത്ര പേരുണ്ടെന്ന് കാണാൻ ഈ 2 സ്ഥാനം കൂടെ കൂട്ടുന്നു, 1 കുറയ്ക്കുന്നു. 16ഉം 10 കൂട്ടി 26, 26ൽ നിന്ന് 1 കുറച്ച് 25. 2 ചോദ്യം കൂടെ. മാധവൻ ഒരു വരിയിൽ ഇടത് നിന്ന് 10ാമത്, വലത് നിന്ന് 40ാമത്. മാധവൻ നിൽക്കുന്ന വരിയിൽ എത്ര പേരുണ്ട്? ഇടതുകൊണ്ട് വലതുകൊണ്ട് മാധവന്റെ. ഒരാളുടെ ഇരുവശത്തു നിന്നുള്ള സ്ഥാനമുണ്ട്. മൊത്തം എത്ര പേരുണ്ടെന്ന് കാണാൻ 10ഉം 40 കൂട്ടി 50, 1 കുറച്ച് 49. ഇനി ശേഖർ ഒരു വരിയിൽ മുന്നിൽ നിന്നും 10ാമതാണ്, പിന്നിൽ നിന്നും 10ാമതാണ്. ആ വരിയിൽ എത്ര പേരുണ്ട്? ശേഖറിന്റെ മുന്നീന്നും പിന്നീന്നുമുള്ള സ്ഥാനമുണ്ട്. മുഴുവൻ എത്ര പേരുണ്ടെന്ന് കാണാൻ 2 സ്ഥാനോടെ കൂട്ടുന്നു, 1 കുറയ്ക്കുന്നു. 10ഉം 10ഉം 20, 20ൽ നിന്ന് 1 പോകുമ്പോൾ നമ്മുടെ ഉത്തരം 19. സെറ്റാണ്. മുമ്പോട്ട് പോകാം. അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പൊ 4 ഭിന്നസംഖ്യകളുണ്ട്. 5/6, 4/15, 7/9, 5/12. ഈ കൂട്ടത്തിൽ ചെറുതാര എന്ന് കാണണം. 2 രീതിയുണ്ട്. രണ്ടും ഞാൻ കാണിക്കാം. നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. ചെറിയ ഭിന്നസംഖ്യയാണ് നമുക്ക് കാണേണ്ടത്. മനസ്സിലുണ്ടാവണം. ത്രൂ ഔട്ട് ഈ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം ചെറിയ ഭിന്നസംഖ്യയാണ് വേണ്ടി, ചെറുത്. ഓക്കെ, നമ്മൾ ആദ്യത്തെ 2 ഭിന്നസംഖ്യ എടുത്തു. 5/6ഉം 4/15. ചെറുതാണ് വേണ്ടി ഓർത്തോണം. ആദ്യത്തെ 2 എണ്ണം എടുത്തു. എന്നിട്ട് ഇത് രണ്ടും ക്രോസ് ആയിട്ട് ഗുണിക്കും. 5ഉം 15 ഗുണിക്കുമ്പോൾ 75. 4ഉം 6 ഗുണിക്കുമ്പോൾ 24. ഇവിടുന്ന് പോയത് കൊണ്ട് ഇതിൻ്റെ മേളിൽ എഴുതി, ഇവിടുന്ന് പോയത് കൊണ്ട് ഇതിൻ്റെ മേളിൽ എഴുതി. നിങ്ങൾ പറ, 75ആണോ 24ആണോ ചെറുത്? നമുക്ക് ചെറിയ ഭിന്നസംഖ്യ വേണ്ടി. വലുതാണ്, വലുതെടുത്തേനെ. ചെറുത് 24ആണ്. 24ന്റെ ആളായ 4/15 നമുക്ക് മുമ്പോട്ട് പോകാം. ഒന്നുകൂടെ. ആദ്യത്തെ 2 എണ്ണം എടുത്തു. 5ഉം 15 ഗുണിച്ച് ഇവിടെ എഴുതി. 4ഉം 6 ഗുണിച്ച് ഇവിടുന്ന് പോകുന്നോണ്ട് ഇവിടെ എഴുതി. 75, 24. ചെറുത് 24ആണ്. 24ന്റെ ആളായ 4/15 മുമ്പോട്ട് പോകുന്നു. ഇത് 2ൽ 4/15 ചെറുത്. ഇനി അടുത്തവനെ കളത്തിലേക്ക് ഇറക്കി. അടുത്തവൻ എന്ന് പറയുന്നത് 7/9. ഇതേ പരിപാടി തന്നെ. 4ഉം 9 കുറുക ഗുണിച്ചു 36. ഇവിടുന്ന് പോയത് കൊണ്ട് ഇതിന്റെ മുകളിൽ. 7ഉം 15 കുറുക ഗുണിച്ചു 15 എന്ന് പറയുമ്പോ 105. ഇവിടുന്ന് പോയത് കൊണ്ട് ഇതിന്റെ മേളിൽ. നിങ്ങൾ പറ, 36ആണോ 105ആണോ ചെറുത്? ചെറുത് 36ആണ്. 36ന്റെ ആളായ 4/15 വീണ്ടും നമുക്ക് മുമ്പോട്ട് പോകാം. ചെറുതായതുകൊണ്ടാ ചെറുതെടുത്ത് പോകുന്നത്. അപ്പൊ ഈ 3 എണ്ണം നോക്കി. 4/15 ചെറുത്. ഇനി അടുത്തവനെ കളത്തിലേക്ക് ഇറക്കി. 5/12. 4ഉം 12 ഗുണിച്ചു. 4, 12, 48. ഇവിടുന്ന് പോയത് കൊണ്ട് 5ഉം 15 ഗുണിച്ചു 75. 48ആണോ 75ആണോ ചെറുത്? ചെറുത് ചെറിയ സംഖ്യയാണ്, ചെറുതാ. ചെറുത് 48. അപ്പൊ 48ന്റെ ആളായ 4/15 ചെറുത്. ഇനി അടുത്തവനുണ്ട്, അവനെ കളത്തിലിറക്കണം. ഇനി അടുത്തവനില്ല. 4 പേര് നോക്കി. ആദ്യത്തെ 2 അവന്മാരെ നോക്കി, ചെറുതെടുത്തു. അടുത്തവനെ ഇറക്കി, അവരിൽ ചെറുതെടുത്തു. അടുത്തവനെ ഇറക്കി, അവരിൽ ചെറുതെടുത്തു. ഇനി ഏറ്റവും ചെറുതായിട്ട് ഇവിടെ വന്നത് 4/15. ഇനി ആരുമില്ല. അപ്പൊ ചെറുതാരാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 4/15. ഒന്നുകിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇനി അതല്ല, വേറൊരു മെത്തേഡ് കൂടെ ഉണ്ട്, അതുകൂടെ പറയാം. നമ്മൾ ഇവന്മാരെല്ലാം എഴുതി. 4 എണ്ണം എഴുതി. 5/6,
അടുത്തത് 4/15, അടുത്തത് 7/9, അടുത്തത് 5/12. നമ്മൾ മേളിൽ എല്ലാവർക്കും തരത്തിലുള്ള ചോദ്യമാണ്. അംശത്തിൽ എല്ലാവർക്കും ഒരു 0 കൊടുക്കുക. എല്ലാവർക്കും, ഒരിടത്ത് മാത്രമല്ല, എല്ലാവർക്കും മേളി മാത്രം. ഇവിടെ 0 കൊടുക്കുമ്പോൾ 50, ഇവിടെ 0 കൊടുക്കുമ്പോൾ 40, ഇവിടെ 0 കൊടുക്കുമ്പോൾ 70, ഇവിടെ 0 കൊടുക്കുമ്പോൾ 50. മേളിൽ എല്ലാവർക്കും ഒരു 0 കൊടുക്കുക. 50-നെ, ഇതിൻ്റെ അർത്ഥം എന്താ? മേളിലത്തെ 50-നെ 6 കൊണ്ട് ഹരിക്കുക. 6 8 48, നമുക്ക് 8 എന്ന് വരും. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നും, എടാ 8 അല്ല, പോയിന്റ് ഒക്കെ വരും. എല്ലാവർക്കും അറിയാം. പോയിന്റ് തൽക്കാലം വേണ്ട, നമുക്കളാം. 40-നെ 15 കൊണ്ട് ഹരിക്കണം. 15 2 30, പോയിന്റ് വരും, വിട്ടേര്. 70-നെ 9 കൊണ്ട് ഹരിക്കണം. 9 7 63, പോയിന്റ് വരും, വിട്ടേക്ക്. 50-നെ 12 കൊണ്ട് ഹരിക്കണം. 12 4 48, പോയിന്റ് വരും, വേണ്ടാന്നേ. നമ്മൾ മേളിൽ എല്ലാവർക്കും 0 കൊടുത്തു. ശരിക്കും 0 കൊടുക്കുന്നതിനെ കണക്ക് ഒരു 10 കൊണ്ട് ഗുണിക്കാന്ന്, വേട്ടോ എന്തേലും ആയിക്കോട്ടെ. മേളിൽ എല്ലാവർക്കും 0 കൊടുത്തു. ഗുണതപ്പോൾ 50/6 40/15 70/9 50/12. എന്നിട്ട് ഹരിച്ചു, താഴെ കിടക്കുന്നു. നമുക്ക് ചെറുതാവേണ്ടി, നിങ്ങൾ പറ, ആരാ ചെറുത്? 8 ആണോ 2 ആണോ 7 ആണോ 4 ആണോ ചെറുത്? ചെറുത് 2 ആണ്. 2-ന്റെ ആളായ 40/15 നമ്മൾ കൈ നിട്ടത്, ആ 0 കൈ നിട്ട, ബാക്കി പറ. 4/15 ഏറ്റവും ചെറുത്. ഒരേ പുള്ളി ഓപ്ഷൻ എ. നീ ഇവിടെ വലുതാരാന്ന് ചോദിച്ചാലും നമുക്ക് എളുപ്പമാണ്. 8 2 7 4, വലുത് 8. 8-ന്റെ ആളായ 0 കൈ നിട്ടതാ, 5/6 വലുത് എന്ന് നമുക്ക് പറയാം. ഓക്കെ ആണ്, മുമ്പോട്ട് പോവാതെ 2 മെത്തേഡും ഓക്കെ ആണ്. അപ്പൊ സ്വാഭാവികമായും നിങ്ങളുടെ മനസ്സിൽ തോന്നും സെയിം ആയിട്ട് വരിക, 2 3 അടുത്ത് 2 വരുവാണ്, അവിടെ ക്രോസിംഗേ നടക്കും. ആ 2 എണ്ണം മാത്രമായിട്ട് ക്രോസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഫ്രാക്ഷൻസ് പാർട്ട് 2-ൽ ഇതുപോലത്തെ കുറേ കേസുകളുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫ്രാക്ഷൻസിന്റെ പാർട്ട് 2 ഏതൊക്കെ ഈ രീതി വരാം അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, സീരീസ് കംപ്ലീഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ശ്രേണി പൂരിപ്പിക്കുക. 1 1 2 3 5 8 -21. പെട്ടെന്നൊന്ന് തപ്പുന്ന ചോദ്യം. 1 1 ആവണമെങ്കിൽ 0 കൂടി, 1 2 ആവണമെങ്കിൽ 1 കൂടി, 2 3 ആവണമെങ്കിൽ 1 കൂടി. അവിടെ പോയി. നമ്മൾ നോർമലി ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്. 1 1 ആയി 0 കൂടി, 1 2 ആയി 1 കൂടി, 2 3 ആയി 2 കൂടണം, പക്ഷേ 1. ഇപ്പൊ എങ്ങനെ നമുക്കിതിലേക്ക് വരാം. ആദ്യത്തെ 2 എണ്ണം കൂട്ടി നോക്ക്. 1 2 2 ഇവിടെ വന്നു. അടുത്ത 2 എണ്ണം കൂട്ടി നോക്ക്. 2 1 3 ഇവിടെ വന്നു. അടുത്ത 2 3 കൂട്ടി 5 ഇവിടെ വന്നു. 5 3 കൂട്ടി 8 ഇവിടെ വന്നു. 5 8 കൂട്ടി 13 ഇവിടെ വരും. 13 ഓപ്ഷനിലുണ്ട്, ഓപ്ഷൻ എ. ഇനി വേണമെങ്കിൽ നമുക്ക് ചെയ്തത് ശരിയാണോ നോക്കാൻ. 8 13 കൂട്ടി 21 അവിടെ വരും. ഓക്കെ ആണ്, സെറ്റാണ്. ഒന്നൂടെ എങ്ങനെ വന്നു? 1 1 കൂട്ടി 2 എഴുതി, 1 2 കൂട്ടി 3 എഴുതി, 2 3 കൂട്ടി 5 എഴുതി, 3 അടുത്തടുത്ത് പുറകിലത്തെ 2 സംഖ്യകൾ കൂട്ടുക. 3 5 കൂട്ടി 8 എഴുതി, 8 5 കൂട്ടി 13 എഴുതി. 13 നമ്മുടെ ഉത്തരം. 13 8 കൂട്ടിയാൽ 21 വരും. ഇവിടെ ഉത്തരം 13. അടുത്ത് കഴിഞ്ഞ കതി ബോർഡിന് ചോദിച്ച, കതി ബോർഡാണോ അതോ LGSന്റെ പരീക്ഷയ്ക്കാണോ, കഴിഞ്ഞ വർഷം ചോദിച്ച വളരെ വ്യത്യസ്തമായൊരു ചോദ്യം. സീരീസ് കംപ്ലീഷൻ ആണ്. ശ്രേണി അത് അടുത്ത് ഏത് വരുമെന്ന്. ഒരാരോ മേപ്പോട്ടുണ്ട്, പിന്നെ ഒരാരോ റൈറ്റ് സൈഡിലോട്ടുണ്ട്, പിന്നെ ഒരാരോ താപ്പോട്ടുണ്ട്, പിന്നെ ഒരാരോ ഇങ്ങോട്ടുണ്ട്. അടുത്ത ഏതാ മക്കളെ? ക്ലോക്ക് വൈസിൽ നിങ്ങൾ ഈ ആരോസ് ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം, അതായത് ക്ലോക്ക് തിരിയുന്നത് പോലെ, ആദ്യം ക്ലോക്ക് തിരിയുന്നത് പോലെ ആലോചിക്കുക. ക്ലോക്ക് തിരിയുന്നത് പോലെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം 12 പിന്നെ ക്ലോക്ക് തിരിയുന്ന പോലെ 3 പിന്നെ 6 പിന്നെ 9 വീണ്ടും എവിടെ വരും? 12 വരും. അപ്പൊ അടുത്ത വരാൻ പോകുന്നത് ദാണ്ട് ഇവനാണ്.
സെറ്റാണ്, ഓപ്ഷൻ എ ആണ്. മുമ്പോട്ട് വാ. കാണുമ്പോൾ നമ്മൾ ഭയങ്കര സംഭവം എന്നൊക്കെ തോന്നും. ആദ്യം മേപ്പോട്ട് ക്ലോക്കിന്റെ രീതിയിൽ, അടുത്തത് വലത്തോട്ട്, അടുത്തത് താഴോട്ട്, അടുത്തത് ഇങ്ങോട്ട്, സ്വാഭാവികമായിട്ടും അതായത് ആദ്യം 12 അടുത്തത് 3 അടുത്തത് 6 അടുത്തത് വരുന്നത് 9 സ്വാഭാവികമായി അടുത്ത 12. ഇതൊരു ഡയറക്ഷന്റെ രീതിയിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യം വടക്ക്, പിന്നെ കിഴക്ക്, പിന്നെ താഴോട്ട് തെക്ക്, പിന്നെ ഇങ്ങോട്ട് പടിഞ്ഞാറ്. അപ്പൊ സ്വാഭാവികമായും അടുത്ത വീണ്ടും വരാൻ പോകുന്നത് വടക്കോട്ട്, മേപ്പോട്ട് ആരോ. ഇതാണ് നമ്മുടെ ഉത്തരം. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. റൂട്ട് ഓഫ് 2.25 ഇൻറ്റു റൂട്ട് ഓഫ് 0.64 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 0.16 വില എത്ര എന്നതാണ് ചോദ്യം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ആദ്യം സെപ്പറേറ്റ് റൂട്ട് ആയതുകൊണ്ട് ഇവരുടെയൊക്കെ റൂട്ട് കാണണം. നമ്മൾ ആദ്യം റൂട്ട് ഓഫ് 2.25. കുഞ്ഞുങ്ങളെ, പോയിന്റ് വരുന്ന ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കാണാൻ നമ്മൾ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യയുടെ റൂട്ട് എടുക്കുക. 2.25നെ പോയിന്റ് ഇല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്ക്. 225. 225ന്റെ റൂട്ട് 15. ഇനി റൂട്ടിൻ്റെ അകത്ത് പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, റൂട്ട് എടുക്കുമ്പോൾ 1 സ്ഥാനം. അതായത് 4 സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞെങ്കിൽ റൂട്ട് എടുക്കുമ്പോൾ 2 സ്ഥാനം. 6 സ്ഥാനമാണ് 3 സ്ഥാനം. അതായത് സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, നമ്മൾ അതിൻ്റെ പകുതി 1 സ്ഥാനം, 1.5. ഇനി റൂട്ട് ഓഫ് 0.64. പോയിന്റ് ഇല്ലാതെ ഇവരെ ഒന്ന് വായിച്ച്. 64ന്റെ റൂട്ട് 8. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, നമ്മൾ 1 സ്ഥാനം കൊടുത്തു, 0.8. അടുത്തത് റൂട്ട് ഓഫ് 0.16. മക്കളെ, 16ന്റെ റൂട്ട് മനസ്സിലാലോചിക്കും 4. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, സോ നമ്മുടെ ഉത്തരത്തിൽ 1 സ്ഥാനം, 0.4. ഇവിടെ വരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഓക്കെ ആണ്. ഒന്നൂടെ റൂട്ട് ഓഫ് 2.25. നമ്മൾ ആദ്യം 225ന്റെ റൂട്ട് എടുത്തു. 225ന്റെ റൂട്ട് 15. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, റൂട്ട് എടുക്കുമ്പോൾ 1 സ്ഥാനം, 1.5. റൂട്ട് ഓഫ് 0.64. പോയിന്റ് ഇല്ലാതെ 64ന്റെ റൂട്ട് 8. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, നമ്മൾ 1 സ്ഥാനം, 0.8. റൂട്ട് ഓഫ് 0.16. 16ന്റെ റൂട്ട് 4. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, നമ്മൾ 1 സ്ഥാനം കൊടുത്തു, 0.4. അപ്പൊ മക്കളെ, ആദ്യം വേണ്ടത് ഇതിന്റെ ഉത്തരം 1.5 ഇൻറ്റു, പിന്നെ ഇതിന്റെ ഉത്തരം 0.8 ബൈ, പിന്നെ ഇതിന്റെ ഉത്തരം 0.4. പോയിന്റ് വരുന്ന സംഖ്യകൾ ഹരിക്കാൻ നമ്മൾ ഒരുപാട് ക്ലാസ്സിൽ ചെയ്തതാ. പോയിന്റ് ഇല്ലാതെ ഇവരെ എഴുതുക 15 ഗുണം പോയിന്റ് ഇല്ലാതെ ഇവനെ എഴുതുമ്പോൾ 8 ബൈ പോയിന്റ് ഇല്ലാതെ ഇവനെ എഴുതുമ്പോൾ 4. ഇനി മക്കളെ, മേളില് ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 1 സ്ഥാനം, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം, മേളിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമുണ്ട്. താഴെ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം, മേളിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, താഴെ 1 സ്ഥാനം. മക്കളെ, കണക്കിലായാലും ജീവിതത്തിലായാലും കുറവുള്ളവന് കൊടുക്കണം. മേളത്തുകാർക്ക് 2 സ്ഥാനം, താഴത്തുകാർക്ക് 1 സ്ഥാനം. താഴത്തുകാർക്ക് 1 സ്ഥാനത്തിന്റെ കുറവുണ്ട്, അവിടെ നമ്മൾ ഒരു 10 കൊടുക്കുന്നു. 1 സ്ഥാനത്തിന്റെ കുറവുണ്ട്, അവിടെ നമ്മൾ ഒരു 10 കൊടുക്കുന്നു. 2 സ്ഥാനത്തിന്റെ കുറവാണ് 100 കൊടുക്കും. 3 സ്ഥാനത്തിന്റെ കുറവാണ് 1000 കൊടുക്കും. ഇവിടെ 1 സ്ഥാനത്തിന്റെ കുറവാണ് താഴെ, അതുകൊണ്ട് 10 കൊടുത്തു. ഇനി നോർമലായി 1 4 4 2 4 8. വെട്ടാനായിട്ട് വേണമെങ്കിൽ ഇതോടെ വെട്ടാം. 15ഉം 10ഉം 5 വെച്ച് വെട്ടിയാ നമുക്കറിയാം ഇത് 3, ഇത് 2.
ഈ രണ്ടും രണ്ടും കൂടെ പോയി ബാക്കി 3. നമ്മുടെ ഉത്തരം 3. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. അല്ലെ 15 ഗുണം 2 30 ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടാലും ഈ 3 കിട്ടും. ഞാൻ ഒരു വട്ടം കൂടെ ആ രണ്ടാമത്തെ സ്റ്റെപ്പ് പറയാം. ആദ്യത്തവന്റെ റൂട്ട് എടുത്തപ്പോൾ നമുക്ക് കിട്ടി 1.5 ഇൻറ്റു രണ്ടാമത്തവന്റെ റൂട്ട് എടുത്തപ്പോൾ 0.8 ഡിവൈഡഡ് ബൈ മൂന്നാമത്തവന്റെ റൂട്ട് എടുത്തപ്പോൾ താഴത്തവന്റെ റൂട്ട് എടുത്തപ്പോൾ നമുക്ക് കിട്ടി 0.4. പോയിന്റ് വരുന്ന സംഖ്യകൾ ഗുണനോ ഹരണം ചെയ്യാൻ ആദ്യത്തവനെ പോയിന്റ് ഇല്ലാതെ എഴുതി 15 ഗുണം രണ്ടാമത്തവനെ പോയിന്റ് ഇല്ലാതെ എഴുതി 8/4 എന്ന് എഴുതാം. മുകളിൽ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, താഴെ പോയിന്റ് കഴിഞ്ഞ് 1 സ്ഥാനം. താഴത്തുകാർക്ക് 1 സ്ഥാനത്തിന്റെ കുറവുണ്ട്, അതുകൊണ്ട് അവിടെ ഒരു 10 കൊടുത്തു. 2 സ്ഥാനത്തിന്റെ കുറവാണ് 100, 3 സ്ഥാനത്തിന്റെ കുറവാണ് 1000, മേളി 2 താഴെ 1, 1 സ്ഥാനത്തിന്റെ കുറവ് താഴെ, അതുകൊണ്ട് താഴെ കുറവുള്ളിടത്ത് താഴെ 10. 1 4 4 2 4 8, 15ഉം 10ഉം 5 വെച്ച് വെട്ടിയാ ഇത് 3, ഇത് 2, 2ഉം 2ഉം കൂടെ വെട്ടി. നമ്മുടെ ഉത്തരം 3 സി ആണ്, സെറ്റാണ്. അടുത്ത ചോദ്യം, 20നും 30നും ഇടയിലുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്ര? ഒന്നുകിൽ 20നും 30നും ഇടയിലുള്ള പ്രൈം നമ്പറുകൾ കണ്ടുപിടിക്കണം. അത്യാവശ്യം ചിന്തിക്കുന്ന പ്രൈം നമ്പറുകളുടെ ക്ലാസ് കണ്ട ഒരാൾക്കറിയാം 6ന്റെ ഗുണിതങ്ങൾക്ക് മുമ്പോ ശേഷമോ അഭാജ്യ സംഖ്യയുണ്ട്. 24ന്റെ മുമ്പ് 23 ഉണ്ട്, അഭാജ്യ സംഖ്യയാണ്. 24 കഴിഞ്ഞാൽ 25 അഭാജ്യ സംഖ്യ അല്ല. 29 ഉണ്ട്, 2 ഉള്ളൂ എന്ന് എണ്ണിയെടുക്കാൻ കുറെ ആളുകൾക്ക്. ഇനി അഭാജ്യ പ്രൈം നമ്പറുകളുടെ എണ്ണം കാണാനായിട്ടൊരു കോഡുണ്ട്, ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. 4 4 2 2 3 2 2 3 2 1. ഒന്നുകൂടെ പറയുന്നു, 44 22 322 321. 44 അതിൻ്റെ പകുതി 22, മുമ്പിലൊരു 3 ചേർത്ത് 322, ഒന്ന് കുറച്ച് 321. 44 22 322 321. എന്നെ കാണുന്നവർ ചുമ്മാ പറ 44 22 322 321. ഇതെങ്ങനെ യൂസ് ചെയ്യും? 0 മുതൽ 10 വരെ 0ത്തിൽ നിന്ന് തുടങ്ങണം. അഭാജ്യ സംഖ്യകളുടെ എണ്ണം 4. 10 to 20 4, 20 to 30 2, 30 to 40 2, 40 to 50 3, 50 to 60 2, 60 to 70 2, 70 to 80 2, 3, 80 to 90 2, 90 to 100 1. ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. 44 22 322 321. 10 വെച്ച് കണക്ട് ചെയ്യും. 0 to 10 4, 10 to 20 4, 20 to 30 2, 30 to 40 2, 40 to 50 3, 50 to 60 50 to 60 2, 60 to 70 2, 70 to 80 3, 80 to 90 2, 90 to 100 1. നമ്മളോട് ചോദിച്ചേക്കുന്നു 20നും 30നും ഇടയിൽ, 20നും 30നും ഇടയിൽ 2. നമ്മുടെ ഉത്തരം 2 സെറ്റാണ്, ഓപ്ഷൻ ഡി. 44 22 322 321. അടുത്ത ചോദ്യം, ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് എന്നതാണ് ചോദ്യം. ഇടയ്ക്ക് വന്ന ചോദ്യമാണ്. 4 പ്രസ്താവന തന്നിട്ടുണ്ട്, അതിൽ ശരിയായത് തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചോദ്യം നല്ലവണ്ണം വായിച്ചിട്ട് മാത്രം മുമ്പോട്ട് പോകണം മക്കളെ. നമുക്ക് ശരിയായതാണ് വേണ്ടത്, തെറ്റായതല്ല. ശരിയായ പ്രസ്താവന വേണം. ഓക്കെ, ശരിയായ. അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ ശരിയായതാണോ തെറ്റായതാണോ നോക്കിയിട്ട് വേണം പോവാൻ. സംഖ്യകളുടെ ലസാഗു ഉസാഗ എന്നിവ 0 100% ഇത് തെറ്റാണ്. അങ്ങനെ പറയാൻ കാര്യം, ഘടകം ആണ് ഉസാഗ, ഗുണിതമാണ് ലസാഗു. ഒരു സംഖ്യയുടെയും ഗുണിതം 0 ആവത്തില്ല, ഒരു സംഖ്യയുടെയും ഘടകം 0 ആവത്തില്ല.
ലോകത്തിൽ ഏതെങ്കിലും ഒരു സംഖ്യ ഗുണിക്കുമ്പോൾ, അതായത് ഇപ്പം ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗുണിത 1 1 2 ഇങ്ങനെ പോകും, അല്ലെ 1 ഗുണിതം അല്ല 1, 2 ഗുണിതം എന്ന് പറയുമ്പോൾ 2 4 6, 3 ഗുണിതം 3 6 9, ഏതെങ്കിലും ഒരാളുടെ ഗുണിതം 0 വരുമോ? ഇല്ല. ഇനി ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഘടകം 0 വരുമോ? ഒരിക്കലും വരത്തില്ല. ഘടകം എന്ന് പറഞ്ഞാൽ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ. 0 കൊണ്ട് ഏതെങ്കിലും ഒരു സംഖ്യയെ ഹരിക്കാൻ പറ്റുമോ? അപ്പൊ ലസാഗു എന്ന് പറയുന്നത് ഗുണിതമാണ്, ഉസാഗ എന്ന് പറയുന്നത് ഘടകമാണ്. ഗുണിതമായിട്ടോ ഘടകമായിട്ടോ 0 വരികയില്ല. 100% ഇത് തെറ്റാണ്. അടുത്ത്, എല്ലാ സംഖ്യയുടെയും ഉസാഗ എപ്പോഴും ഒന്നായിരിക്കും. പിന്നെ നടക്കും. ഉസാഗ തമ്മിൽ ഘടകങ്ങൾ ഇല്ലാത്തവരുടെ ഉസാഗ 1 ആണ്. ഇപ്പൊ 3 4 തമ്മിൽ ഘടകങ്ങളില്ല, അങ്ങനത്തെ കേസിൽ ഉസാഗ 1 ആണ്. 7 8 തമ്മിൽ ഹരിക്കാൻ, ഒരുമിച്ച് സംഖ്യകൾ ഹരിക്കാൻ പറ്റൂല, അങ്ങനെയുള്ള കേസിൽ ഉസാഗ 1. ഇവിടൊക്കെ ഉസാഗ 1 വന്നെന്ന് കരുതി അങ്ങ് പറയുക ലോകത്തുള്ള എല്ലാവരുടെ ഉസാഗ 1 ആണ്. വായിക്കുമ്പോഴേ അറിയാം തെറ്റാ. കണ്ടോ, എല്ലാ സംഖ്യയുടെ ഉസാഗ എപ്പോഴും 1 ആയിരിക്കും. തെറ്റാണ്. അടുത്ത്, 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുന്നത് സംഖ്യകളുടെ ഗുണനഫലമായിരിക്കും. സെറ്റ. നമ്മൾ കഴിഞ്ഞ റിവിഷൻ ക്ലാസ്സിലും പഠിച്ചത് 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും അവരുടെ LCMവും HCFും തമ്മിൽ ഗുണിക്കുന്നതും ഒന്ന് തന്നെയാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. N1 × N2 = LCM × HCF. 2 സംഖ്യകളുടെ ലസാഗുവും ഉസാഗയും തമ്മിൽ ഗുണിക്കുന്നതും സംഖ്യകൾ ഗുണിക്കുന്നതും സംഖ്യകളുടെ ഗുണനഫലവും സെയിമാണ്. വായിച്ചേ, 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുന്നതും സംഖ്യകളുടെ ഗുണനഫലം ആയിരിക്കും. അപ്പൊ N1 × N2, 2 സംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നതും LCHCF തമ്മിൽ ഗുണിക്കുന്നതും സെയിം ആണ്. ഗുണനഫലവും LCHCFന്റെ ഗുണനഫലവും സെയിം ആണ്. ശരിയാണ്. അപ്പൊ ഇനി നമുക്ക് ശരിയായ ആളെ കണ്ടുപിടിച്ചു. അടുത്ത് എന്തായാലും തെറ്റായിരുന്നു, എന്നാലും നമുക്കൊന്ന് വായിക്കാം വെറുതെ. 2 സംഖ്യകളുടെ ലസാഗു, ഉസാഗ എന്നിവ തമ്മിൽ ഗുണിക്കുമ്പോൾ സംഖ്യ കിട്ടുന്നു. ആ സെന്റൻസ് തന്നെ തെറ്റാണ്. സംഖ്യകളുടെ ഗുണനഫലം കിട്ടുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ. കാര്യം LCM HCFും തമ്മിൽ ഗുണിക്കുമ്പോൾ സംഖ്യ കിട്ടുമോ? ഏത് സംഖ്യയാണെന്ന് പോലും നമ്മളോട് പറഞ്ഞിട്ടില്ല. സംഖ്യ അല്ല കിട്ടുന്നത്. LCM HCFും തമ്മിൽ ഗുണിക്കുമ്പോൾ 2 സംഖ്യകൾ, ആ സംഖ്യകൾ ഏതൊക്കെയാണോ ആ സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. 2 സംഖ്യകൾ കിട്ടത്തില്ല, ആ സംഖ്യകളുടെ ഗുണനഫലം കിട്ടും. സംഖ്യ ഇപ്പൊ ഏത് സംഖ്യയാണ് നമുക്കറിയില്ല, ആ സംഖ്യകൾ ഗുണിക്കുന്നതാണ് കിട്ടുന്നത്. അപ്പൊ എന്തായാലും അത് തെറ്റാ. അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇതിന്റെ ഓരോന്നിന്റെ എക്സ്പ്ലനേഷൻ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം, 3/10 5/9 ഭാഗം എത്ര എന്നതാണ് ചോദ്യം. ഫ്രാക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് രണ്ടും കൂടെ ഗുണിക്കാം. 3/10 5/9 ഭാഗം കാണാൻ 3/10 × 5/9. അപ്പൊ 1/2 3/4 ഭാഗം കാണാൻ 1/2 × 3/4. 5/6 8/9 ഭാഗം കാണാൻ 5/6 × 8/9. 3/4 1/5 ഭാഗം കാണാൻ 3/4 × 1/5. 1/2 2 1/3 ഭാഗം കാണാൻ 1/2 × 1/3. അതേപോലെ ഇവിടെ എന്തോ പറയുന്നേ, 3/10 5/9 ഭാഗം 3/10 × 5/9. SCR വന്ന ചോദ്യമാ, SCRT ടെക്സ്റ്റിലെ ആയി ചോദ്യം. 3 9 3 വെച്ച് വെട്ടി ചെറുതാക്കാം. താഴെ മേളിലും 3 കൊണ്ട് ഹരിക്കാം. 1 3 3. 9 3 കൊണ്ട് ഹരിക്കുമ്പോൾ 3. 5 10 5 കൊണ്ട് ഹരിക്കാം. 5 5 കൊണ്ട് ഹരിച്ചാൽ 1, 10 5 കൊണ്ട് ഹരിച്ചാൽ 2. മേളിലെല്ലാം 1 ആയി, താഴെ 2 3 കൂടെ ഗുണിക്കുമ്പോൾ 6 ആയി. നമ്മുടെ ഉത്തരം 1/6 ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം, 1/6. അടുത്തത്, ക്രിയ ചെയ്യുക എന്നതാണ് ചോദ്യം. ബോർഡ് മാസിന്റെ കുറച്ചുകൂടെ വലിയ ചോദ്യം എന്ന് വേണമെങ്കിൽ പറയാം. ചോദ്യം നമുക്കൊന്ന് എടുത്തെഴുതാവേ, നിങ്ങളും എടുത്തെഴുതിക്കോ. 295 × 3 പ്ലസ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 45 × 2, അത് സർക്കിൾ ബ്രാക്കറ്റ്.
ഡിവിഷൻ 3 ഇനി വെളിയിൽ ഇൻറ്റു 7. അപ്പോൾ ഇത് ബോഡ്മാസ് റൂൾ പ്രകാരം നമ്മൾ എവിടെയാ ബോഡ്മാസ് ഉപയോഗിക്കുന്നത്? ഡിവിഷനും ഇൻറ്റു ഹരണം ഓഫ് ഒക്കെ വരുമ്പോൾ നമ്മൾ ആദ്യം ബോഡ്മാസ് റൂൾ ഉപയോഗിക്കണം. ബോഡ്മാസ് റൂൾ പ്രകാരം മക്കളെ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. പിന്നെ ഓഫ് എന്ന് പറഞ്ഞ് എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യണം. പിന്നെ ഡിവിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, പിന്നെ സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ്, ഓഫ്, ഹരണം, ഗുണനം, കൂട്ടുക, കുറയ്ക്കുക, ഇത്ര നമ്മൾ ചെയ്യണം. നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ഉണ്ട്, ഇതൊരു ബ്രാക്കറ്റ്. നമുക്ക് ആദ്യം ഇവിടെ ഇട്ട് ഈ ചോദ്യം നശിപ്പിക്കുന്നതിനേക്കാളും നല്ലത് ഈ ബ്രാക്കറ്റ് നമുക്ക് സൈഡിൽ കൊണ്ട് ചെയ്യാം. 45 × 2 ഡിവിഷൻ 3 ഇതാണ് ബ്രാക്കറ്റ്. ഇതങ്ങ് സൈഡിൽ കൊണ്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് തന്നെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതും ബോഡ്മാസ് തന്നെ ഇവിടെ ഉപയോഗിക്കണം. കാര്യം ഇതിലും തന്നെ ഒരു ബ്രാക്കറ്റും ഉണ്ട്, ഒരു ഇൻറ്റു ഉണ്ട്, ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഏതാദ്യം ചെയ്യും? അവിടെയും ബോഡ്മാസ് ബ്രാക്കറ്റ്. 45 × 2 90. 90 ഡിവിഷൻ 3. 90നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ അകത്തിലുള്ള കംപ്ലീറ്റ് സാധനം നമുക്ക് 30 എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ ബ്രാക്കറ്റ് ഒന്നും കൂടെ സോൾവ് ചെയ്യാം, ശ്രദ്ധിക്കുക. സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തിൽ 45 ഗുണം 2 ഡിവിഷൻ 3. അപ്പോൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്തിലുള്ളത് മുഴുവൻ സോൾവ് ചെയ്യണം. അതിനകത്തിൽ തന്നെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, ഒരു ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഏതാദ്യം ചെയ്യും? ബ്രാക്കറ്റ് ആദ്യം ചെയ്യും. കാര്യം ബോഡ്മാസ് എപ്പോഴും ബ്രാക്കറ്റ് ചെയ്യണം. 45 × 2 90 ഡിവിഷൻ 3. 90നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ ആ ബ്രാക്കറ്റിൻ്റെ ഭാഗം നമുക്ക് നൈസായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ബ്രാക്കറ്റ് 30. ഇനി ചോദ്യം ഒന്ന് എടുത്ത് എഴുതിക്കേ. 295 ഗുണം 3 പ്ലസ് 30 × 7. ഇനി ബോഡ്മാസ് റൂൾ പ്രകാരം കാര്യം ഇത് മൊത്തം 30 അത് നമ്മൾ എടുത്ത് എഴുതി. 30 × 7. ഇനി നമ്മൾ ബോഡ്മാസ് റൂൾ പ്രകാരം ബ്രാക്കറ്റ് കഴിഞ്ഞു. ഓഫ് എന്ന് പറഞ്ഞൊന്നും കിടപ്പില്ല, ഡിവിഷൻ ഇല്ല, ഗുണനമുണ്ട്. അടുത്ത മൾട്ടിപ്ലിക്കേഷൻ, ഗുണനം. ഇതും മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇതും മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പൊ നമ്മൾ 295 ഗുണം 3 ചെയ്യാം. അപ്പൊ 295 ഗുണം 3 300 ഗുണം 3 900. 900 പിന്നെ ഒരു 3 പുറകോട്ട് പോകുമ്പോൾ 15 പുറകോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ 885 എന്ന് കിട്ടും. 295 ഗുണം 3 ചെയ്ത് നോക്ക്, 885 എന്ന് കിട്ടും. പ്ലസ് ഇടയ്ക്കത്തെ പ്ലസ് കൊടുത്തു. 30 × 7 ചെയ്ത് നോക്കൂ, 210 എന്ന് കിട്ടും. അപ്പം ഇത് ചെയ്യുമ്പോൾ 85 ഇടയ്ക്കത്തെ പ്ലസ് അതുപോലെ കൊടുത്ത് ഇത് ചെയ്തപ്പോൾ 210. ഇനി ഒന്നുമില്ല, കൂട്ടാൻ മാത്രം, അഡീഷൻ കൂട്ടാൻ മാത്രമേ ഉള്ളൂ. 885ഉം 210ഉം കൂടെ കൂട്ടുന്നതാണ് നമ്മുടെ ഉത്തരം. 885ഉം 200 കൂട്ടിയാൽ 1085, 10 കൂടെ കൂട്ടിയാൽ നമ്മുടെ ഉത്തരം 1095 ആണ്. സെറ്റാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ബ്രാക്കറ്റ് ചെയ്തു, ബ്രാക്കറ്റ് ചെയ്തപ്പോൾ 30 വന്നു. അപ്പോൾ 295 ഗുണം 3 എഴുതി, ഇടയ്ക്കത്തെ പ്ലസ് ഇട്ടു, ഇവിടെ 30 × 7 എഴുതി. ബ്രാക്കറ്റ് കഴിഞ്ഞ് ഓഫില്ല, ഡിവിഷനില്ല, ഗുണനമാണ് 885, പ്ലസ് ഇട്ടു, ഗുണനമാണ് 210. ചെയ്തു വരുമ്പോൾ 1095, ഓപ്ഷൻ സി. അടുത്ത്, ഒരു ക്ലോക്കിലെ സമയം 9 മണിയായാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര എന്നതാണ് ചോദ്യം. ഞാൻ എല്ലാവരോടും ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. അതായത് നമ്മുടെ LGSന്റെ സിലബസിൽ ക്ലോക്ക്, കലണ്ടർ, ഡയറക്ഷനും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ അത്യാവശ്യം അതിൻ്റെ ബേസിക്സ് ഒന്ന് പഠിച്ചാൽ നല്ലതാണ്. ഇത് വന്ന ചോദ്യമാണ്. നിങ്ങൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ 2021 മുതൽ 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. 2021 10th പ്രിലിംസിൻ്റെ അകത്ത് LGSകാരും എഴുതിയിട്ടുണ്ട്, LDയുടെ ആളുകളും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ LD അന്ന് ഈ പറയുന്ന പോലെ 2021 വന്നിട്ടില്ല, 22ലേക്ക് വന്നപ്പോൾ പിന്നെയും സിലബസ് ഒക്കെ ഇത് തന്നെയാണ്. നമ്മുടെ 8 മാത്സിൻ്റെ 8 മെൻ്റൽ എബിലിറ്റി അവിടെയൊക്കെ. പക്ഷേ ക്ലോക്കിൻ്റെയും കലണ്ടറിൻ്റെയും
അത്യാവശ്യം ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് ചോദ്യം. കലണ്ടർ പിന്നെയും കുറവാണ്, ക്ലോക്കൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഇവിടെ ക്ലോക്കുമായി ബന്ധപ്പെട്ട് നിർബന്ധമായിട്ടും അതിൻ്റെ കോണളവ് കണ്ടുപിടിക്കുന്ന ഒരു കേസ് ഉണ്ട്. അതൊന്ന് പഠിച്ചിട്ട് പോയാൽ നല്ലതാണ്. നമ്മുടെ ക്ലോക്കിൻ്റെ പാർട്ട് 3 കിടപ്പുണ്ട്, കോണളവ്. ക്ലോക്കിൻ്റെ കോണളവ് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ക്ലോക്കിൻ്റെ കോണളവ്, അതിൻ്റെ പല കേസുകളുണ്ട്, അതൊന്ന് പഠിച്ചാൽ നല്ലതാണ്. അതുപോലെ ക്ലോക്കിൻ്റെ പ്രതിബിംബം എന്ന് പറയുന്ന സാധനം, അതും ഒന്ന് പഠിച്ചാൽ നല്ലതാണ്. അത് ക്ലോക്കിൻ്റെ പാർട്ട് 1 കിടപ്പുണ്ട്. അറിയാവുന്നവർ വെറുതെ പോയി കണ്ട് സമയം കളയരുത്. ജസ്റ്റ് ആ നോട്ട് വെച്ച് കോണളവും പ്രതിബിംബവും ഒന്ന് പഠിച്ചു വെച്ചാൽ നല്ലതാണ്. വരാതിരിക്കാം. പക്ഷെ പല പരീക്ഷയ്ക്ക് ഈ സിലബസ് തന്നിട്ടുള്ള കൃത്യമായ സിലബസ് പറഞ്ഞിട്ടുള്ള പല പരീക്ഷയ്ക്കും ക്ലോക്ക് ഈ 2 സാധനം കയറി വന്നിട്ടുണ്ട്. കോണളവ് ക്ലോക്കിൻ്റെ പാർട്ട് 3 അതുപോലെ തന്നെ പ്രതിബിംബം ക്ലോക്കിൻ്റെ 1 ഇതൊന്ന് പഠിച്ചാൽ നല്ലതാണ്. ഒരു അവസരം എന്നിവ പറഞ്ഞതേ ഉള്ളൂ, ശ്രദ്ധിക്കുക എല്ലാവരും. ഇത് വന്ന ക്ലോക്കിലെ സമയം 9 മണിയായാൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര? മക്കളെ, ക്ലോക്കിലെ സമയം 9 മണി. ഇങ്ങനെ കൃത്യമായ മണിക്കൂറാണെങ്കിൽ മാത്രം കോണളവ് കാണാൻ ഈ തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 9 ഗുണം 30 270. ഇനി മക്കളെ, ക്ലോക്കിന്റെ കോണളവിൽ ഭൂരിഭാഗം ചോദ്യങ്ങൾ എപ്പോഴും ചെറിയ കോണായിരിക്കും ചോദിക്കുന്നത്. ഇപ്പൊ ഈ പറയുന്ന 9 മണി എന്ന് പറയുമ്പോൾ എന്താണ്ട് ഇങ്ങനെ ആയിരിക്കുന്നത്, ഇങ്ങനെ ഇരിക്കും. ഇതും ഒരു കോണ, ഇതും ഒരു കോണ. വലിയ കോൺ ചോദിക്കത്തില്ല എന്നല്ല, ഭൂരിഭാഗവും ക്വസ്റ്റ്യനും ക്ലോക്കുമായി ബന്ധപ്പെട്ട് കോണളവ് കാണാനുള്ള ചോദ്യങ്ങളാണ് എപ്പോഴും ചെറിയ കോണ്. അപ്പോൾ ചെറിയ കോൺ എപ്പോഴും 180 കുറവായിരിക്കും. ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. എങ്ങാനും നമുക്ക് കിട്ടിയ ആൻസർ 180 കൂടുതലാണെങ്കിൽ മാത്രം 360 കുറയ്ക്കണം. 360 കുറയ്ക്കണം. കാര്യം മൊത്തം 360. ഇവിടെ 270 കിട്ടി. ഇത് 180 കൂടുതലാണ്. അപ്പം 360 270 കുറച്ച് നമ്മുടെ ഉത്തരം 90. സെറ്റാണ്. ഓപ്ഷൻ സി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, ക്ലോക്കിലെ സമയം 9 മണി. നമുക്ക് ക്ലോക്കിന്റെ കോണളവ്, മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് കാണണം. മക്കളെ, കൃത്യം മണിക്കൂറാണ്. കൃത്യം മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2 മണി 3 മണി 4 മണി 5 മണി 6 മണി 7 മണി 8 മണി 9 മണി ഇങ്ങനെ കറക്റ്റ് മണിക്കൂറാണ്. തന്നിരിക്കുന്ന മണിക്കൂറിനെ 30 കൊണ്ട് ഗുണിക്കണം. എപ്പോഴും കൃത്യം മണിക്കൂറായിരിക്കണം. 270. ഇനി ഇൻ കേസ് 270 കൊണ്ടാന്ന് ടിക്ക് ചെയ്തു, മിക്കവാറും കാണത്തില്ല. ഇൻ കേസ് ഈ കിട്ടിയ കോണ് 270 180 കൂടുതലാണെങ്കിൽ, 180 കൂടുതലാണേ മാത്രം 360 270 പോയിട്ട് നമുക്ക് പറയാം 90. സെറ്റാണ്. ഓപ്ഷൻ സി. ഇതുപോലെ 2 ചോദ്യം കൂടെ പറയാം, ശ്രദ്ധിക്കുക. ക്ലോക്കിൽ സമയം 1 മണി. മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ്. 1 മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് മണിക്കൂറാ. 1 ഗുണം 30 30. ഇത് 180 കൂടുതലല്ല, അതുകൊണ്ട് നമ്മുടെ ഉത്തരം 30 തന്നെ. ക്ലോക്കിൽ സമയം 4 മണി. കോണളവ് എത്ര? 4 മണി കറക്റ്റ് മണിക്കൂറാ. 4 ഗുണം 30 120. 120 ഡിഗ്രി. 180 കൂടുതലല്ല, സോ നമ്മുടെ ഉത്തരം 120. ക്ലോക്കിൽ സമയം 7 മണി. 7 മണി കറക്റ്റ് മണിക്കൂറാ. 7 ഗുണം 30 210. 210 പക്ഷേ 210 ഓപ്ഷനിലുണ്ട്, ടിക്ക് ചെയ്തു. 210 പക്ഷേ 180 കൂടുതലാണ്. അതുകൊണ്ട് 360 210 പോയിട്ട് നമ്മുടെ ഉത്തരം 150. മക്കളെ, ക്ലോക്കിന്റെ കോണളവ് കാണാൻ ഇവിടെ കറക്റ്റ് മണിക്കൂർ ആയതാണ് നമ്മളിപ്പോൾ പഠിച്ചത്. കറക്റ്റ് മണിക്കൂർ അല്ലാത്തതൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഡൗട്ട് വരും. ജസ്റ്റ് ഒന്ന് ക്ലോക്കിന്റെ പാർട്ട് 3 ഒന്ന് കണ്ടേച്ചു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം ഇതാ. 35 28 x 42 32 ഇവയുടെ ശരാശരി 36 ആയാൽ എക്സിന്റെ വില എത്ര എന്നതാണ് ചോദ്യം. ശരാശരിയുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പൊ ഇവിടെ നമ്മളോട് എന്തോ പറയുന്നേ? 35 28 x 42
32. എത്ര പേരുണ്ട്? 5 പേര്. ഈ 5 പേര് എക്സ് ഉൾപ്പെടെ 5 പേര് ആലോചിച്ചോക്കെ. 35, 28, എക്സ് 42, 32. 5 പേര്. ഈ 5 പേരുടെ ശരാശരി 36 എങ്കിൽ എക്സിന്റെ വില. ഇത് വേണം ഇതെല്ലാം കൂട്ടി ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 36 എന്നൊക്കെ എഴുതാം. കുഴപ്പമൊന്നുമില്ല, 100% ശരിയാണ്. അതിലോട്ടൊന്നും പോകാൻ സിമ്പിൾ ആയിട്ട് പറയാം. 35, 28, എക്സ് 42, 32. 5 പേര്. 5 പേരുടെ ശരാശരിയാണ് 36. അപ്പൊ 5 പേരുടെ തുക എത്രയാന്ന് ചോദിച്ചാൽ 5 ഗുണം 36 നമുക്ക് 180 എന്ന് പറയാം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിക്കുക അതെങ്ങനെ 180 കിട്ടി. മക്കളെ, ശരാശരിയും എണ്ണവും ഉണ്ട്. തുക കാണാൻ അത് രണ്ടും കൂടെ ഗുണിച്ചാൽ മതി. തുക കാണാൻ, അതായത് മൊത്തം എത്രയാന്ന് കാണാൻ അത് എണ്ണവും ശരാശരിയുടെ ഗുണിക്കും. ഇവിടെ ഇപ്പൊ 5 പേരുണ്ട്, അവരുടെ ശരാശരി 36. അപ്പൊ അവർക്ക് മൊത്തം തുക എത്രയാന്ന് ചോദിച്ചാൽ എണ്ണമായ 5 ഗുണം ശരാശരിയായ 36. എണ്ണം ഗുണം ശരാശരിയാണ് തുക. 36, 5, 180. അപ്പൊ ഇവർ 5 പേര് എക്സ് ഉൾപ്പെടെ 5 പേരുടെ തുക നമുക്ക് കിട്ടി 180. എക്സ് ഉൾപ്പെടെ. എക്സ് ഒഴിച്ച് ബാക്കി തുക എത്ര? 35, 28, 42, 32 കൂടെ കൂട്ടിയ എക്സ് ഒഴിച്ച് ബാക്കി തുക കിട്ടും. 35, 28 കൂടെ കൂട്ടുമ്പോൾ 63 അല്ലേ? 63, 42 കൂടെ കൂട്ടിയാൽ 105. 105, 32 കൂടെ കൂട്ടിയാൽ 137. അപ്പൊ എക്സ് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ തുക എന്ന് പറഞ്ഞാൽ 137. എടാ, എക്സ് കൂടെ കൂട്ടി 5 പേരുടെ തുക 180. എക്സ് ഒഴിച്ച് ബാക്കി 4 പേരുടെ തുക 137. അപ്പൊ എക്സ് എത്രാന്ന് ചോദിച്ചാൽ 180 137 പോകണം. 10 7 പോയാൽ 3, 7 3 പോയാൽ 4. നമ്മുടെ ഉത്തരം 43. ഓപ്ഷൻ ഡി ഈസ് അവർ ആൻസർ. ഒന്നുകൂടെ, 35, 28, എക്സ് 42, 32. 5 പേര് എക്സ് ഉൾപ്പെടെ 5 പേര്. അവരുടെ ശരാശരി 36. അപ്പോ അവരുടെ തുക എത്രാന്ന് ചോദിച്ചാൽ 5 ഗുണം 36, 180. കാര്യം തുക കാണാൻ എണ്ണവും ശരാശരിയുടെ ഗുണിച്ചാൽ മതി. എക്സ് ഉൾപ്പെടെ 5 പേരുടെ തുക 180. ഇനി എക്സ് ഒഴിച്ച് ബാക്കി എത്ര വരും? 35ഉം 28 കൂടെ കൂട്ടുമ്പോ നമുക്ക് പറയാം 63. 63ഉം 42 കൂടെ കൂട്ടുമ്പോ 105. 105ഉം 32 കൂടെ കൂട്ടുമ്പോ 137. എക്സ് ഒഴിച്ച് ആകത്തുക 180. എക്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെ കൂട്ടുമ്പോ 137. അതായത് 5 പേര് എക്സ് ഉൾപ്പെടെ 5 പേരുടെ കയ്യിൽ 180 മാങ്ങയുണ്ട്. എക്സ് ഒഴിച്ച് ബാക്കിയുള്ളവരുടെ കയ്യിൽ 137 മാങ്ങയുണ്ട്. അപ്പൊ എക്സിന്റെ എത്ര ഉണ്ട്? 180 137 പോയിട്ട് നമ്മുടെ ഉത്തരം 43. ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം കുറച്ചുകൂടെ വലിയൊരു ചോദ്യമാണ്. സമയവും ദൂരവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം. ഇച്ചിരി വലിയ ചോദ്യം ഇത്. ഇതാണ്, ഒരാൾ എയിൽ നിന്ന് ബിയിലേക്ക് 10 km/h വേഗതയിലും തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് 15 km/h വേഗതയിലും സഞ്ചരിച്ചു. ഈ യാത്രയ്ക്ക് മുഴുവൻ 4 മണിക്കൂർ എടുത്തുവെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തോ പറയുന്നത്? മക്കളെ, എ എന്ന സ്ഥലത്ത് നിന്ന് ബിയിലേക്ക് ഒരുത്തൻ 10 km/h വേഗതയിൽ പോയി. തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് അവൻ 15 km/h വേഗതയിൽ തിരിച്ചു വന്നു. അപ്പൊ അങ്ങോട്ട് അവൻ 10 പോയി, തിരിച്ചവൻ 15 പോയി. എ പോയി ബിയിൽ തിരിച്ചു വന്നു, ബി പോയിട്ട് തിരിച്ചു വന്നു. ഈ യാത്രയ്ക്ക് മുഴുവൻ അവൻ എടുത്തത് 4 മണിക്കൂറാണ്. ഈ യാത്രയ്ക്ക് മുഴുവൻ അവൻ എടുത്ത സമയം എന്ന് പറയുന്നത് 4 മണിക്കൂറാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദ്യം. മക്കളെ, ദൂരം കാണാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്പീഡ് ഇൻറ്റു ടൈമാണ്. BTS എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്പീഡും സമയവും
വേഗതയും സമയം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ദൂരം കിട്ടും. സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ സമയം ക്വസ്റ്റ്യനിലുണ്ട് 4 മണിക്കൂർ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ. സ്പീഡ് പക്ഷേ അറിയത്തില്ല. എന്തുകൊണ്ടാ? 2 സ്പീഡുണ്ട് ഇവിടെ. അങ്ങോട്ട് പോയത് 10-ല്, തിരിച്ചു വന്നത് 15-ല്. അപ്പൊ സ്വാഭാവികമായും ഏത് സ്പീഡ് കൊടുക്കുമെന്നൊരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാര്യം അങ്ങോട്ട് 10, ഇങ്ങോട്ട് 15. അപ്പൊ ചിലർ ചിന്തിക്കും 10-ന്റെയും 15-ന്റെയും ശരാശരി 12.5, 10 15 കൂടെ കൂട്ടി 25, 25 പകുതി 12.5 കൊടുക്കാമെന്ന് ചിലർ ചിന്തിക്കും. എന്നാ അങ്ങനെയല്ല, 2 സ്പീഡുണ്ട്. അപ്പൊ ഈ 2 സ്പീഡിന്റെ ശരാശരി എടുക്കണം. പക്ഷേ ശരാശരി അങ്ങനെയല്ല എടുക്കുന്ന. ആവറേജ് സ്പീഡ്, ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ അവിടുത്തെ ശരാശരി വേഗത കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക് 10, ബിയിൽ നിന്ന് എയിലേക്ക് 15, എ തൊട്ട് ബി തൊട്ട് എ, രണ്ടും ഒരേ ദൂരമാ. ഒരേ ദൂരം 2 സ്പീഡിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത എന്ന് പറയുന്നത് 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. ഇക്വേഷൻ ഇല്ലാതെ ചെയ്യുന്ന ഒരു പണിയും ഞാൻ ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഫസ്റ്റ് പാർട്ട് 1-ൽ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെയാ ചെയ്യുന്നത്, അങ്ങനെ LC ഒക്കെ എടുത്ത് ഇങ്ങനെ ടൈം ആൻഡ് വർക്ക് പോലെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇക്വേഷൻ 2xy ഡിവൈഡഡ് ബൈ x പ്ലസ് y. അപ്പോ 2 ഗുണം x എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സ്പീഡ് 10, y എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സ്പീഡ് 15 ബൈ x പ്ലസ് y. 10ഉം 15 സ്റ്റെപ്പായിട്ട് 10 പ്ലസ് 15 എന്നൊന്നും എഴുതണ്ട. കാര്യം പിന്നെ ഒരു സ്റ്റെപ്പ് പോകും. 10ഉം 15 കൂടെ കൂട്ടി 25. ഇനി 10ഉം 25ഉം നമുക്ക് 5 വെച്ച് വെട്ടാം. ഈ 10നെ 5 കൊണ്ട് ഹരിച്ചാൽ 2, ഇത് 5. 5ഉം 15 കൂടെ ഹരിച്ചാൽ ഇത് 3, 2ഉം 2ഉം 4, 4ഉം 3ഉം 12. നമുക്ക് ഇവിടുത്തെ ശരാശരി കിട്ടും, ശരാശരി വേഗത കിട്ടും 12. അപ്പൊ സ്പീഡ് നമുക്കിപ്പൊ കിട്ടി 12. സമയം ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ അകത്തിലുണ്ട് 4. അപ്പൊ ദൂരം കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം 12 ഗുണം 4 48 എന്ന് ദൂരം കിട്ടും. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ, നമ്മൾ പരീക്ഷാ ഹോളിൽ ഇരുന്നിട്ട് 48 കിട്ടും. ഓപ്ഷനിൽ നോക്കുമ്പോൾ അയ്യോ ഓപ്ഷൻ എയിൽ 48 ഉണ്ട്, ടിക്ക് ചെയ്യാനൊക്കെ തോന്നും. ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ നമ്മളോട് എന്തോ ചോദിച്ചേക്കുന്നത്, എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരം എത്ര? മക്കളെ നമ്മൾ ദൂരം കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം ചെയ്തു. സ്പീഡിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള സ്പീഡിൻ്റെ ശരാശരി എടുത്തു. സമയം എന്ന് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള സമയം എടുത്തു. അപ്പൊ ദൂരം നമുക്ക് കിട്ടുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി പോയ ആകെ ദൂരമാണ്. ആകെ ദൂരമാണ് മക്കളെ 48. നിങ്ങളോട് പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ ആകെ ദൂരം എത്ര എന്നാണ് ചോദ്യമെങ്കിൽ, അയാൾ പോയ മുഴുവൻ ആകെ ദൂരം എത്ര എന്നാണ് ചോദ്യമെങ്കിൽ 48 ഉറപ്പിച്ചോ. പക്ഷെ ഇവിടെ പറഞ്ഞ് ചോദിച്ചത് എന്തുവാ? എയിൽ നിന്ന് ബിയിലേക്കുള്ള വൺ സൈഡ് ദൂരം. വൺ സൈഡ് ദൂരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പകുതി, 48ന്റെ പകുതി നമുക്ക് പറയാം 24. ആകെ ദൂരം എത്ര എന്ന് ചോദിച്ചാൽ 48. നമ്മളോട് എ തൊട്ട് ബി വരെയുള്ള വൺ സൈഡ് ദൂരം ആകെ 48, വൺ സൈഡ് അതിന്റെ പകുതി 24. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വട്ടം കൂടെ പറയും, നിങ്ങളെല്ലാവരും എൻ്റെ ഒപ്പം പിടിക്കും. ഓക്കെ, ഒരാള് എയിൽ നിന്ന് ബിയിലേക്ക് 10 km/h വേഗതയിൽ പോയി. ബിയിൽ നിന്ന് എയിലേക്ക് 15 km/h വേഗതയിൽ പോയി. അങ്ങോട്ട് 10, ഇങ്ങോട്ട് 15. ഈ മുഴുവൻ യാത്രയ്ക്ക് 4 മണിക്കൂർ എടുത്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള മുഴുവൻ യാത്രയ്ക്ക് 4 മണിക്കൂർ എടുത്തു. മക്കളെ നമുക്ക് ദൂരമാണ് കാണണ്ടേ, എ തൊട്ട് ബി വരെ. ദൂരം കാണാൻ, ഡിസ്റ്റൻസ് കാണാൻ വേഗതയും സമയം കൂടെ ഗുണിക്കണം. ഡിസ്റ്റൻസ് കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം. ഇവിടെ ടൈം നമ്മുടെ കയ്യിലുണ്ട് 4. സ്പീഡ് പക്ഷേ 2 സ്പീഡ്, 2 വേഗതയുണ്ട്. അങ്ങോട്ടുള്ള വേഗത 15,
അങ്ങോട്ടുള്ള വേഗത 10, ഇങ്ങോട്ടുള്ള വേഗത 15. ഏത് കൊടുക്കും എന്നൊരു ഡൗട്ട് നമുക്കുണ്ട്. 10 കൊടുക്കോ 15 കൊടുക്കോ? അങ്ങനെ 2 സ്പീഡുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ആവറേജ് സ്പീഡ് കൊടുക്കണം, ശരാശരി വേഗത കൊടുക്കണം. ഒരേ ദൂരം 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x + y. ഇത് ഒരു ചോദ്യമാണ്, PSCയുടെ സ്ഥിരം ചോദ്യമായത്. അങ്ങോട്ട് പോയത് 10, ഇങ്ങോട്ട് വന്നത് 15. ഒരേ ദൂരമാണ്, 2 വ്യത്യസ്ത വേഗതകളിൽ സഞ്ചരിച്ചാൽ ശരാശരി വേഗത കാണാൻ 2xy ഡിവൈഡഡ് ബൈ x + y. അപ്പൊ 2 ഗുണം x ആദ്യത്തെ സ്പീഡ് 10, y രണ്ടാമത്തെ സ്പീഡ് 15 ഡിവൈഡഡ് ബൈ 10ഉം 15 കൂടെ കൂട്ടി 25 x + y. 15ഉം 25ഉം 5 വെച്ച് വെട്ടിയാൽ മേളിൽ 3 ആവും, ഇത് 5 ആവും. 5ഉം 10ഉം 5 വെച്ച് വെട്ടിയാൽ മേളിൽ 2 താഴെ 1. ഇത് രണ്ടും കൂടെ ഗുണിച്ച് നമുക്ക് 12 km/h ആണ് സ്പീഡ് എന്ന് കിട്ടും. അപ്പൊ മക്കളെ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള സ്പീഡിന്റെ ശരാശരി നമുക്ക് കിട്ടി 12. ഇനി നമുക്ക് ഇതിലേക്ക് പോവാം. നമുക്ക് ദൂരമാ കാണണ്ടേ, ദൂരം കാണാൻ സ്പീഡ് ഇൻറ്റു ടൈം. അങ്ങോട്ടും ഇങ്ങോട്ടും 2 സ്പീഡാ, അതിന്റെ ശരാശരി 12 എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയുള്ള സമയം 4 എന്ന് നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട്. 12 ഗുണം 4 48. മക്കളെ 48. ആകെ ദൂരം എത്രന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 48. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തേ? കാര്യം നമ്മൾ ദൂരം കാണാൻ സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പൊ സ്പീഡിന്റെ സ്ഥാനത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ളത് സമയത്തിന്റെ അപ്പൊ ഇവിടെ നമ്മൾ കൊടുത്ത സമയം 4 മണിക്കൂർ. 4 മണിക്കൂർ എന്ന് പറഞ്ഞാൽ എന്തുവാ? അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഉള്ളതാ 4. ഇവിടുത്തെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 12. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉള്ളതിന്റെ ശരാശരി. അപ്പൊ സ്പീഡും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉള്ളതാ, സമയവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഉള്ളതാ. അപ്പൊ അതിട്ട് കൊടുത്ത് നമുക്ക് കിട്ടുന്ന ദൂരവും അങ്ങോട്ടും ഇങ്ങോട്ടും, കാര്യം നമ്മൾ കൊടുത്ത അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാ. അപ്പൊ നമുക്ക് കിട്ടുന്ന അതാ, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 48. ചിലർ ചിന്തിക്കും സമയം 4 മണിക്കൂറല്ല, അതിന്റെ പകുതി കൊടുത്ത ഡയറക്റ്റ് കിട്ടും. പിന്നെ ഒരു പ്രോപ്പർ വഴി ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ ആകെ ദൂരം എത്രയാന്ന് ചോദിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 48. നമ്മളോട് ചോദിച്ചേ എയിൽ നിന്ന് ബിയിലേക്കുള്ള 1 സൈഡ് ദൂരം. 1 സൈഡ് ദൂരം എന്ന് പറഞ്ഞാൽ 48ന്റെ പകുതി 24. സെറ്റാണ് ഓപ്ഷൻ ബി. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിച്ചു, നല്ല രീതിയിൽ മനസ്സിലാക്കി എന്ന് തന്നെ കരുതുന്നു. അപ്പൊ ഇതേപോലെ മറ്റൊരു ക്ലാസ്സുമായി വേഗം കാണാമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. സൈനിങ് ഓഫ്, ജെറിൻ.